പ്രതിഫലത്തെ കുറക്കുന്ന 42 കറാഹത്തുകൾ. ഇതാണ് നമുക്ക് പറയാനുള്ളത്. ഒഴിവാക്കേണ്ട കറാഹത്തുകൾ. കറാഹത്ത് എന്ന് പറഞ്ഞാൽ ചെയ്താൽ കുറ്റമില്ലെങ്കിലും ഉപേക്ഷിച്ചാൽ കൂലിയുണ്ട്. ചെയ്താൽ കുറ്റമില്ലെങ്കിലും ഉപേക്ഷിച്ചാൽ കൂലിയുണ്ട്. കറാഹത്തുകൾ വരുന്നതിനനുസരിച്ച് ഇബാദത്തുകൾ അപൂർണമായിരിക്കും. അതുകൊണ്ട് കറാഹത്തുകൾ പരമാവധി വരാതിരിക്കാൻ ശ്രമിക്കണം. സുന്നത്ത് ഒഴിവാക്കി എന്നതുകൊണ്ട് എല്ലായിടത്തും കറാഹത്ത് വരികയില്ല. കറാഹത്ത് വരാനുള്ള കാരണം അത്രയും അത് ശക്തമായ സുന്നത്തായതുകൊണ്ടാണ്. ചില സുന്നത്തുകൾ ശക്തമാകുമ്പോൾ ഉപേക്ഷിക്കുമ്പോൾ കറാഹത്താവും. അല്ലെങ്കിൽ വേറെ ചില മദ്ഹബുകളിൽ അത് നിർബന്ധമായതുകൊണ്ട് നമ്മുടെ മദ്ഹബ് അത് പ്രത്യേകം ഗൗനിക്കുന്നു. അത് ഉപേക്ഷിക്കലും കറാഹത്താവും. അപ്പോൾ കറാഹത്ത് വരാൻ 2 വഴിയായി. ഒന്ന്, അത് ശക്തിയായ സുന്നത്താണ്, അപ്പോൾ അത് ഉപേക്ഷിക്കൽ കറാഹത്താവും. അല്ലെങ്കിൽ മറ്റൊരു മദ്ഹബിൽ അത് നിർബന്ധമാണെന്ന് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ നമ്മുടെ മദ്ഹബ് അത് പ്രത്യേകം ഗൗനിക്കുന്നു, അതുകൊണ്ട് അത് ഉപേക്ഷിക്കൽ കറാഹത്താവും. ദുഖൂലുഹാ ബിതൗഖാനി നഫ്സി ഇലാ തആമിൻ ഔ ശറാബിൻ ഔ ജിമാഇൻ. നാം വിശന്നിരിക്കുകയാണ്, വിശപ്പുള്ള ആളുകളാണ്, അല്ലെങ്കിൽ നിസ്കരിക്കാൻ ഉദ്ദേശിക്കുന്ന ആള് വെള്ളത്തിന് ദാഹിച്ച് അവശനായ ആളാണ്, എങ്കിൽ ആ വെള്ളം കുടിക്കാതെ നിസ്കരിക്കാൻ പാടില്ല, കറാഹത്താണ്. നല്ല വിശപ്പുള്ള ആള് ഭക്ഷണം ഇങ്ങനെ റെഡിയാണ്, ആ ഭക്ഷണം മുമ്പിൽ വെച്ചുകൊണ്ട് നിസ്കരിക്കാൻ പാടില്ല. കാരണം അവന്റെ ആർത്തി ആ ഭക്ഷണത്തിലേക്കും ആ വെള്ളത്തിലേക്കുമാണ്. നിസ്കാരം നിർവഹിക്കുമ്പോൾ വളരെ ആത്മാർത്ഥമായി നിഷ്കളങ്കമായി അള്ളാഹുവിനോടുള്ള അഭിസംബോധനയാണ് എന്ന നിലയിലാണ് നിർവഹിക്കേണ്ടത്. അതുകൊണ്ട് അതിൻ്റെ ആ സുതാര്യമായ ഇടപെടലിന് അത് വിഘ്നം സൃഷ്ടിക്കുന്നു. അതുപോലെ ഭാര്യയുമായി സംസർഗം ചെയ്യാൻ വലിയ ആർത്തിയുള്ള ഒരു സമയമാണെങ്കിൽ, വിശാലമായ സമയമുണ്ടെങ്കിൽ ആ സംസർഗത്തിന് ശേഷം നിസ്കരിച്ചാൽ മതി. ആ ആഗ്രഹത്തോടുകൂടെ നിസ്കരിക്കൽ കറാഹത്താണ് എന്ന് പറയുന്നു. അതുപോലെ ദുഖൂലു സ്വലാത്തി ബിമുദാഫഅത്തി ഹദസിൻ മിൻ ബൗലിൻ ഔ ഗായിത്തിൻ ഔ റീഹിൻ. കാഷ്ടിക്കാനോ മൂത്രിക്കാനോ ഉള്ള അവസ്ഥയിൽ നിസ്കരിക്കാൻ പാടില്ല, അത് കറാഹത്താണ്. അത് ഒഴിവാക്കൽ സുന്നത്തായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ അതുള്ള അവസ്ഥയിൽ നിസ്കരിക്കുക, അത് കറാഹത്താണ്. ദുഖൂലുഹാ ബിഗലബത്തി നൗമിൻ. 42 കറാഹത്തുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒന്നിങ്ങനെ വായിച്ച് എണ്ണി അങ്ങ് പോവാണ്. നല്ല ശക്തമായി ഉറക്കം വരുന്ന സമയമാണ്, ആ സമയത്ത് നമ്മൾ നിസ്കരിക്കുക. അപ്പോൾ 5 മിനിറ്റ് ഉറങ്ങിയിട്ട് നിസ്കരിച്ചാൽ മതി. മറ്റാ നിസ്കാരത്തിൽ എന്താണ് ചെല്ലുന്നത് എന്ന് പോലും അറിയില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ശക്തമായ ഉറക്കം നിൽക്കുന്ന സമയത്ത് നിസ്കരിക്കൽ കറാഹത്താണ്. അൽ-ഇസ്തിനാദു ഇലാ ശൈഇൻ ബിലാ ഉദ്രിൻ. ഒരു കാരണവുമില്ലാതെ ഏതെങ്കിലും ഒരു വസ്തുവിലേക്ക് ചാരിയിരുന്ന് നിസ്കരിക്കുക. ചാരി നിന്നുകൊണ്ടോ അല്ലെങ്കിൽ ചാരി ഇരുന്നു കൊണ്ടോ നിസ്കരിക്കുക. ഒരു മതിലിങ്ങനെ തൊട്ടടുത്തുണ്ടായപ്പോൾ അതിലേക്ക് ഇങ്ങനെ ചാരിയിട്ട് നിൽക്കുക, അല്ലെങ്കിൽ അത്തയ്യാത്ത് ഇരിക്കുമ്പോൾ ചുമരിൽ പോയിട്ട് ഇങ്ങനെ ചാരുക. ഇരിക്കുന്ന ആളാണെങ്കിലും ആവശ്യമില്ലാതെ എന്ന് പറയാനുള്ള കാരണം, ചില ആളുകൾക്ക് സ്വന്തമായി നിൽക്കാൻ കഴിയില്ല, ഒരു ഭിത്തിയുടെ സഹായത്തോടു കൂടെ നിൽക്കാൻ കഴിയും, എങ്കിൽ അയാൾ അങ്ങനെ നിൽക്കണമെന്നാണ്. മനസ്സിലായോ? ഒരാൾ ഭിത്തിയുടെ സഹായത്തോടു കൂടെ നിൽക്കാൻ പറ്റുമെങ്കിൽ ആ ഭിത്തിയിലേക്ക് ചാരി ഇരുന്ന് അദ്ദേഹം ചാരി നിന്നുകൊണ്ട് ഇങ്ങനെ നിസ്കരിക്കണം. ഒരു കയറ് കെട്ടിയാൽ ആ കയറിൽ ഇങ്ങനെ നിന്നുകൊണ്ട് അയാൾക്ക് നിസ്കരിക്കാൻ പറ്റും, എങ്കിൽ അങ്ങനെ നിസ്കരിക്കണം. എത്രത്തോളം നിൽക്കണം എന്നതിൻ്റെ ഗൗരവമാണ് ഇസ്ലാമി കാണിക്കുന്നത്.
എത്രത്തോളം എന്ന് ചോദിച്ചാൽ ഒരാൾ ഇങ്ങനെ ബാക്കിൽ താങ്ങി പിടിച്ച് നിന്നാൽ അയാൾക്ക് കൂലി കൊടുക്കേണ്ടി വന്നാലും തിരക്കേടില്ല. അങ്ങനെ നിസ്കരിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെയെങ്കിലും ഒരാൾ നിന്ന് നിസ്കരിക്കണം എന്നാണ്. ഇതിനൊന്നും പറ്റാത്ത ആളുകളാണ് ഇരുന്ന് നിസ്കരിക്കാൻ പാടുള്ളൂ. അൽ ഖിയാമു അലാ റിജ്ലിൻ വാഹിദത്തിൻ ബിലാ ഉദ്രിൻ, ഒരു കാരണവുമില്ലാതെ ഒറ്റക്കാലിൽ നിന്ന് നിസ്കരിക്കുക. ഒരു കാലം ഇങ്ങനെ പൊക്കി വെച്ചിട്ട്, പൊക്കണമെന്നില്ല, ഒരു കാലുമ മാത്രം ഭാരം കൊടുക്കുക, മറ്റേതിങ്ങനെ, അത് കറാഹത്താണ്. രണ്ട് കാലിലും ഭാരം കൊടുത്ത് നിൽക്കണം. ഇൽസാഖുൽ ഖദമൈനി ഫീഹി ബിലാ ഉദ്രിൻ, ഒരു കാരണവുമില്ലാതെ രണ്ട് കാലുകളും അടുപ്പിച്ച് വെച്ച് നിസ്കരിക്കുക, അത് കറാഹത്താവുന്നു. ഒരു ചാണിന്റെ അകലം വേണം കാലിന്റെ ഇടയിൽ, ഇതിനെ അടുപ്പിച്ച് വെച്ച് നിസ്കരിക്കുക, അത് കറാഹത്താണ്. അതുപോലെ ഇരുന്ന് നിസ്കരിക്കുന്ന ആള്, നായയുടെ ഇരുത്തുണ്ടല്ലോ, കാലിങ്ങനെ മുട്ടുപൊക്കിയിട്ട് അങ്ങനെ നിസ്കരിക്കാം, അത് കറാഹത്ത്. ഞാൻ ഇരിക്കുന്ന ഈ ഇരുത്തം വേണമെങ്കിൽ ഇരിക്കാം, ആദ്യത്തെ അത്തഹിയ്യാത്തിലെ ഇരുത്തം ഇരിക്കാം, അവസാനത്തെ അത്തഹിയ്യാത്തിലെ ഇരുത്തം ഇരിക്കാം, ഈ ഇരുത്തവും വേണമെങ്കിൽ ഇരിക്കാം നിസ്കരിക്കുന്ന ആൾക്ക്. പക്ഷെ നായ ഇരിക്കുന്നത് പോലെ രണ്ട് കാലിങ്ങനെ പൊക്കിയിട്ട് ചില ആളുകളൊക്കെ ജുമയ്ക്ക് വരുമ്പോൾ ഇരിക്കും ഇങ്ങനെ. എന്താ ഇരുത്തം? ഇരുന്ന ക്ലാസ് എടുക്കുന്നതുകൊണ്ട് നമുക്ക് പ്രാക്ടിക്കലായി കാണിക്കാനൊക്കെ ഉള്ള അവസരമുണ്ട്. ഇത് കറാഹത്താണ്, അങ്ങനെ ഇരിക്കാൻ പാടില്ല. ഇരുന്ന് നിസ്കരിക്കുന്ന ആളുടെ കാര്യം പറയണ്ടേ. അതുപോലെ രണ്ട് സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തം ഇസ്തിറാഹത്തിന്റെ ഇരുത്തത്തെക്കാൾ ദീർഘിപ്പിക്കൽ കറാഹത്താണ്. നമ്മൾ സുജൂദ് കഴിഞ്ഞിട്ട് ഒന്നാമത്തെ റക്അത്തിലെ രണ്ടാമത്തെ സുജൂദും കഴിഞ്ഞ് ഒന്നിങ്ങനെ ഇരുന്നിട്ട് എണീക്കുമല്ലോ, അതിനാണ് ഇസ്തിറാഹത്തിന്റെ ഇരുത്തം എന്ന് പറയുന്നത്. രണ്ടാമത്തെ റക്അത്തിൽ പിന്നെ അത്തഹിയ്യാത്ത് ഉണ്ടാവും. ഒന്നാമത്തെ റക്അത്തിലും മൂന്നാമത്തെ റക്അത്തിലും ഇസ്തിറാഹത്തിന്റെ ഇരുത്തം ഒന്ന് ഇരുന്ന് രണ്ട് സുജൂദ് കഴിഞ്ഞിട്ട് ഖിയാമിലേക്ക് എണീക്കുമ്പോൾ ഇസ്തിറാഹത്തിന്റെ ഇരുത്തം ഇല്ലാത്ത ഒരു സ്ഥലമുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ചില ആളുകൾ അവിടെയും ഇസ്തിറാഹത്തിന്റെ ഇരുത്തായിരിക്കും. അവിടെ തിലാവത്തിന്റെ സുജൂദ് നിസ്കാരത്തിൽ വന്നാൽ ആ സുജൂദ് കഴിഞ്ഞിട്ട് എണീക്കുമ്പോൾ ഇസ്തിറാഹത്തിന്റെ ഇരുത്തം ഇല്ല. അവിടെ ടൗൺ ടു ടൗൺ ആണ്, നേരെ ഒരൊറ്റ ലെവലിൽ ഇങ്ങനെ നേരെ അങ്ങോട്ട് എണീറ്റ് പോന്നാൽ മതി. സുജൂദിൽ നിന്ന് തന്നെ കൈ കൊടുത്തിട്ട് ഒറ്റ പൊങ്ങലും ഇങ്ങനെ എണീറ്റ് ഇങ്ങനെ പോന്നാൽ മതി. ഈ നമ്മൾ തറാവിയൊക്കെ നിസ്കരിക്കുമ്പോൾ തിലാവത്തിന്റെ സുജൂദ് ചെയ്യും. ആ തിലാവത്തിന്റെ സുജൂദ് കഴിഞ്ഞാൽ അവിടെ ഒറ്റ സുജൂദേ ഉള്ളൂ, തിലാവത്തിന്റെ സുജൂദ്. ആ സുജൂദ് കഴിഞ്ഞിട്ട് എണീക്കുമ്പോൾ മാത്രം ഇസ്തിറാഹത്തിന്റെ ഇരുത്തം ഇല്ല. ഇസ്തിറാഹത്തിന്റെ ഇരുത്തം പിന്നെ ദീർഘിപ്പിക്കുന്ന ഒരു സമയമുണ്ട്. അതാണ് ഒരു രൂപം അനുസരിച്ചുള്ള തസ്ബീഹ് നിസ്കാരം. അല്ലേ? തസ്ബീഹ് നിസ്കാരത്തിൽ രണ്ട് സുജൂദും കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും ചെയ്യും, ഇസ്തിറാഹത്തിന്റെ ഇരുത്തം ഇരിക്കും. ആ തക്ബീർ ചൊല്ലിയിട്ട് ഇസ്തിറാഹത്തിന്റെ ഇരുത്തം ഇരുന്ന് അതിൽ 10 പ്രാവശ്യം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന് 10 വട്ടം ചൊല്ലിയിട്ട് പിന്നെ നമ്മൾ ഒരു തക്ബീറും ഇല്ലാതെ ഫ്രീ ആയിട്ട് ഇങ്ങനെ എണീറ്റ് വരും. ആ ഒരു ഇരുത്തം മാത്രമാണ് ഇസ്തിറാഹത്തിന്റെ ഇരുത്തം ഒന്ന് ദീർഘിപ്പിക്കുക. അല്ലാത്തതൊക്കെ ജസ്റ്റ് ഒന്ന് ഇരുന്നിട്ട് ഇരുത്തം ഇരിക്കൽ സുന്നത്ത് വേണം. ഒന്നാമത്തെയും മൂന്നാമത്തെയും റക്അത്തുകളിൽ ഇസ്തിറാഹത്തിന്റെ ഇരുത്തം ഇരിക്കൽ സുന്നത്താണ്. ആ ഇരുത്തം സാധാരണയിൽ ഇരുന്ന് ഒരു അടക്കമിന് അനങ്ങി പിന്നെ എണീക്കുന്ന അതിനേക്കാൾ കൂടുതലാകാൻ പാടില്ല. അത് ദീർഘിപ്പിക്കൽ കറാഹത്താകുന്നു. സ്വലാത്തുൽ മുൽത്തജിഇ അലൽ ഐസരി ബിലാ ഉദ്രിൻ, കിടന്ന് നിസ്കരിക്കുന്നവൻ വലത്തെ ഭാഗത്തിന് മേൽ കിടന്ന് നിസ്കരിക്കാൻ പറ്റും, എന്നിട്ട് ഇടത്തെ ഭാഗത്തിന് മേൽ നിസ്കരിക്കുക, അത് കറാഹത്താണ്. നിസ്കരിക്കണമല്ലോ, ഇരിക്കാൻ പറ്റില്ല, ഇങ്ങനെ കിടക്കണം. കിടക്കുമ്പോൾ കിടക്കേണ്ടത് എങ്ങനെയാണ്? വലതു ഭാഗത്തേക്ക് ചെരിഞ്ഞാണ് കിടക്കേണ്ടത്. അതിന് പറ്റിയിട്ട് ഒരാൾ എന്ത് ചെയ്യുക? ഇടതു ഭാഗത്തിന് മേൽ കിടക്കുക, അത് കറാഹത്താണ്. ഒരു കാരണവുമില്ലാതെ ഊരക്ക് കൈ കൊടുത്ത് നിസ്കരിക്കൽ കറാഹത്താണ്. അങ്ങനെ ഊരക്ക് കൈ കൊടുത്തുകൊണ്ടാണ് പിശാച് സ്വർഗത്തിൽ നിന്ന് ഇബ്ലീസ് ഇറങ്ങി വന്നതെന്നാണ്.
ഊരക്ക് ഇങ്ങനെ കൈ കൊടുക്കാണ്ട് പിശാചി ഇറങ്ങി വന്ന രൂപം അങ്ങനെയായിരുന്നു എന്ന്. അതുകൊണ്ട് നിസ്കരിക്കുമ്പോൾ ഊരക്ക് കൈ കൊടുത്ത് നിൽക്കൽ കറാഹത്താണ്. ഉപേക്ഷിക്കൽ കറാഹത്താണ്. സൂറത്തിനെ ഉപേക്ഷിക്കലും കറാഹത്താണ്. ഇതൊക്കെ ഇന്നലെ നമ്മൾ പറഞ്ഞു ഹൈഹാത്ത് സുന്നത്തിൽ പെട്ടതാണ്. ഉപേക്ഷിച്ചതിന്റെ പേരിൽ സഹവിന്റെ സുജൂദ് ചെയ്ത് വീണ്ടെടുക്കാൻ കഴിയില്ല. അപ്പൊ എല്ലാ റക്അത്തിലും ഫാത്തിഹയ്ക്ക് മുമ്പ് അഊദു ഓതൽ സുന്നത്താണ്. എല്ലാ റക്അത്തിലും 4 റക്അത്തിലുള്ള ആദ്യത്തെ 2 റക്അത്തിൽ സൂറത്ത് ഓതൽ സുന്നത്താണ്. ളുഹർ 4 റക്അത്ത് ഒരാൾ ഒന്നിച്ച് നിസ്കരിക്കുകയാണെങ്കിൽ ആദ്യത്തെ 2 റക്അത്തിൽ മാത്രമേ എന്ത് കിട്ടൂ? സൂറത്ത് കിട്ടുള്ളൂ. പക്ഷെ അത് പിരിച്ച് നിസ്കരിച്ചാൽ പിന്നീട് 2 റക്അത്തിലും കൂടി എന്ത് കിട്ടും? സൂറത്ത് കിട്ടും. മനസ്സിലായോ പറഞ്ഞത്? ളുഹർ 4 റക്അത്ത് ഒന്നിച്ച് നിസ്കരിക്കുകയാണെങ്കിൽ ആദ്യത്തെ 2 റക്അത്തിൽ മാത്രം സൂറത്ത് കിട്ടും. പക്ഷെ സലാം കൊണ്ട് 2 റക്അത്ത് വേറെ പിരിച്ച് പിന്നെ 2 റക്അത്ത് നിസ്കരിക്കുകയാണെങ്കിൽ ആദ്യത്തെ 2 റക്അത്ത് പിന്നെ 4 റക്അത്തിലും അയാൾക്ക് എന്ത് കിട്ടും? സൂറത്ത് കിട്ടും. തസ്ബീഹ് നിസ്കാരമാണെങ്കിലും അങ്ങനെയാണ്. തസ്ബീഹ് നിസ്കാരം 4 റക്അത്തായി ഒന്നിച്ച് നിസ്കരിക്കാം, ഈരണ്ടായിട്ട് നിസ്കരിക്കാം. ഈരണ്ടായി നിസ്കരിക്കുമ്പോൾ എല്ലാ റക്അത്തിലും സൂറത്ത് കിട്ടും. ഒന്നിച്ച് നിസ്കരിക്കുമ്പോൾ ആദ്യത്തെ 2 റക്അത്തിൽ മാത്രമേ കിട്ടൂ. അതേസമയം മഅ്മൂമായ ആള് മസ്ബൂക്കായി തുടരുമ്പോൾ ഇമാമിന്റെ ആദ്യത്തെ 2 റക്അത്ത് കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നീടുള്ള 2 റക്അത്ത് നിസ്കരിക്കുമ്പോൾ അയാൾക്ക് സൂറത്ത് ഓതൽ സുന്നത്തുണ്ട്. അങ്ങനെയാണ്. അതുപോലെ തഖ്ദീമു സൂറത്തി അതിൽ ഫാത്തിഹ 13ാമത്തേത്. ഫാത്തിഹയേക്കാൾ സൂറത്ത് മുന്തിക്കൽ കറാഹത്താണ്. ഫാത്തിഹ ഓതിയിട്ടേ സൂറത്ത് ഓതാവും. ഖിറാഅത്ത് മഅ്മൂമിൻ സമിഅ ഖിറാഅത്ത് ഇമാമി സൂറ. ഇമാമിന്റെ സൂറത്ത് പാരായണം ചെയ്യുന്നത് മഅ്മൂമ കേൾക്കുന്നുണ്ട്. ആ സമയത്ത് മഅ്മൂമ സൂറത്ത് ഓതൽ കറാഹത്താണ്. ഇമാമിന്റെ ഖിറാഅത്ത് കേൾക്കുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളത് കേൾക്കില്ലേ വേണ്ടത്? ഇമാമിന്റെ സൂറത്ത് കേൾക്കാത്ത ളുഹർ നിസ്കാരത്തിന് അസർ നിസ്കാരത്തിന് നമുക്ക് സൂറത്ത് ഓതൽ സുന്നത്തുണ്ട്. മഗ്രിബ് ഇശാ സുബ്ഹി ഇത് ജഹരിയായ ഉറക്കി ഓടുന്ന നിസ്കാരമാണ്. അപ്പൊ ഇമാമിന്റെ ശബ്ദം നമ്മൾ കേൾക്കും. അപ്പൊ പിന്നെ നമ്മൾ സൂറത്ത് ഓതേണ്ട ആവശ്യമില്ല, അതിങ്ങനെ കേട്ടിരിക്കുക. ഇദാ ഖുരിഅൽ ഖുർആനു ഫസ്തമിഉ ലഹു വഅൻസിതു ലഅല്ലകും തുർഹമൂൻ. ഖുർആൻ ഓതുമ്പോൾ നിങ്ങൾ ഇങ്ങനെ കേട്ടിരുന്നോളൂ, അല്ലാഹു തആല റഹ്മത്ത് ചെയ്യുന്നു ഖുർആൻ. ഇതിന്റെ അടിസ്ഥാനത്തിൽ മഹാനായ ശാഫി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇമാം ഖുർആൻ ഓതുമ്പോൾ മഅ്മൂമീങ്ങൾ കേട്ടിരിക്കുകയാണ് വേണ്ടത്. ഹനഫി മദ്ഹബിൽ പിന്നെ എല്ലാം കേട്ടാൽ മതി, ഒന്നും ചെല്ലണ്ട മഅ്മൂമീങ്ങൾ, അങ്ങനെ കേട്ടിങ്ങനെ നിന്നാൽ മതി. ശാഫി മദ്ഹബിൽ അങ്ങനെയല്ല, ഫാത്തിഹ മഅ്മൂമീങ്ങൾ ഓതണം. അതുകൊണ്ട് തന്നെ ശാഫിഈ മദ്ഹബുകാർക്ക് ഹനഫി മദ്ഹബുകാരോടൊപ്പം ഒരിക്കലും ജുമാ നിസ്കരിച്ചാൽ സഹീഹാവുകയില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വേറെയുള്ള നിസ്കാരങ്ങളിലെല്ലാം നമുക്കൊരു കോംപ്രമൈസ് ഉണ്ടായാലും ഹനഫിക്കാരോട് ഷാഫിക്കാർ ജുമാ തുറന്ന് നിസ്കരിച്ചാൽ ആ നിസ്കാരം സഹീഹാവുകയില്ല. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്ന്, അവർക്ക് ഖുതുബ എന്ന് പറഞ്ഞാൽ ഒരു ദിക്റാണ്. നമ്മളെ പറഞ്ഞതുപോലെ 5 റുക്നുകളൊന്നും ഖുതുബയിൽ അവർക്കില്ല. ഒരു ദിക്റായാൽ മതി, എന്നാ ഖുതുബയായി. നമുക്കത് പറ്റൂല. ഹംദ് വേണം, സ്വലാത്ത് വേണം, വസിയ്യത്തും ബി തഖ്വ വേണം, ഒരായത്ത് വേണം, മുഅ്മിനീങ്ങൾക്കുള്ള ദുആ വേണം, എന്നാലേ ഖുതുബയാവൂ. ഇങ്ങനെയൊന്നും റുക്നുകൾ ഷർത്തില്ല ഹനഫിക്കാരുടെ ഖുതുബക്ക്. മാത്രമല്ല അവർക്ക് ഫാത്തിഹ തന്നെ ഓതണമെന്നില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഹനഫി മദ്ഹബിനോടൊപ്പം ഷാഫിക്കാര് ജുമായിൽ പങ്കെടുക്കാൻ പാടില്ല. ഏതായിരുന്നാലും ഇമാമിന്റെ ഖിറാഅത്ത് കേൾക്കുന്ന മഅ്മൂമിങ്ങൾ സൂറത്ത് ഓതാൻ പാടില്ല. 15ാമത്തേത് ശുറൂഉ ഫിൽ ഫാത്തിഹത്തി ഖബ്ലൽ ഇമാമി ഫിൽ ഉലൈനി. ഇമാം ഫാത്തിഹ ഓതുന്നതിന്റെയും മുമ്പ് മഅ്മൂം ഫാത്തിഹ ഓതൽ കറാഹത്താണ്. ഇമാം ഫാത്തിഹ ഓതുന്നതിന്റെ മുമ്പ് മഅ്മൂമിങ്ങൾ എന്ത് ചെയ്യുക? ഫാത്തിഹ ഓതുക. ഇത് കറാഹത്താണ്. വലൗഫിസ്സരിയ, അത് പതുക്കെ ഓതുന്ന നിസ്കാരത്തിലാണെങ്കിൽ പോലും ഇമാമിന്റെ ഒരു ഫാത്തിഹ ഇങ്ങനെ
ഓതി തീർന്നു എന്നൊരു കോൺസെപ്റ്റിൽ എത്തിയിട്ട് വേണം, അത് തീർന്നിട്ട് വേണമെന്നല്ല, തീരുന്നതിന്റെ മുമ്പ് നമ്മൾ തീർക്കരുത്, അത് കറാഹത്താണ്. അതുപോലെ 17-ാമത്തേതിൽ മുബാലഗത്ത് ഫിൽ ജഹ്രിൽ മത്ലൂബി ബിഹൈസ് യുശവ്വിശു അലാ നായിമിൻ ഔ മുസല്ലിൻ മാ ലം യസ്തദ്ദ തശ്വീശു ഫയഹ്റുമു. ഉറങ്ങുന്നയാൾക്കോ നിസ്കരിക്കുന്ന ആൾക്കോ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിധത്തിൽ ഉറക്കയാക്കാൻ പാടില്ല. നിസ്കരിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ഉറങ്ങുന്ന ആളുകൾക്ക് കൺഫ്യൂഷൻ ആകുന്ന വിധത്തിൽ, ബുദ്ധിമുട്ടാകുന്ന വിധത്തിൽ ഉറക്കയാക്കുമ്പോൾ തന്നെ അമിതമായി ഉറക്കയാക്കാൻ പാടില്ല. അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകുകയും വിഷമം വർദ്ധിക്കുകയും ചെയ്യുമ്പോൾ ഹറാമാകുമെന്ന് ഫുഖഹാവ് പറയുന്നു. മേൽ ചുരുക്കി നിർവഹിക്കൽ ഖറാഅത്താണ്. അതായത് റുക്കൂയിലേക്ക് പോയിട്ട് ഒരു തസ്ബീഹ് ഇല്ല, എണീക്കുക. സുജൂദിലേക്ക് പോയിട്ട് ഒരു തസ്ബീഹ് ഇല്ല, എണീക്കുക. അതൊക്കെ ഖറാഅത്താണ്. 3 എണ്ണം ചൊല്ലണം. ഇമാം ആകുമ്പോൾ 3-നേക്കാൾ വർദ്ധിപ്പിക്കലും ഖറാഅത്താണ്. അത് വരുന്നുണ്ട്. ഒറ്റക്ക് നിസ്കരിക്കുന്ന ആള് അല്ലെങ്കിൽ ഇമാമായാലും ഒറ്റ തസ്ബീഹിന്റെ മേൽ ചുരുക്കി നിർവഹിക്കുക. സുബ്ഹാന റബ്ബിയൽ അലീം ബിഹംദിഹി മാത്രം, അല്ലെങ്കിൽ സുബ്ഹാന റബ്ബിയൽ അഅല ബിഹംദിഹി ഒന്ന് മാത്രം പറയാം. അത് കറാഹത്താണ്. എന്നാൽ സിയാദത്തു ഇമാമിൻ ഗൈരി മൗദൂനിൻ അദ്ദിക്റ ഫീഹിമാ അലാ 3 തസ്ബീഹാത്തിൻ, ഇമാമാകുമ്പോൾ സമ്മതമില്ലാത്ത ഇമാം 3 തസ്ബീഹിനേക്കാൾ വർദ്ധിപ്പിക്കാനും പാടില്ല. അത് കറാഹത്താണ്. ഇമാമ നേരത്തെ കുറെ ഇഖ്ലാസ് കൂട്ടരുത്. 3 തസ്ബീഹിനേക്കാൾ കൂടുതൽ ചെല്ലണമെങ്കിൽ മഅ്മൂമീങ്ങളോട് പെർമിഷൻ വാങ്ങണമെന്ന് പറഞ്ഞത്. തിരക്കില്ല, 4-5 മഅ്മൂമീങ്ങൾ മാത്രമുള്ള ഒരു പള്ളിയാണ്. 4 ആളും പുതിയ പള്ളി എന്ന് പറഞ്ഞാൽ മതി. എന്നും ആ ഇമാമും ഉണ്ടാവും, എന്നും ആ മഅ്മൂമും ഉണ്ടാവും. അതിനേക്കാൾ കൂടുമില്ല, കുറയില്ല. അവർക്ക് ഇനി എത്ര നിസ്കരിച്ചാലും ബുദ്ധിമുട്ടുമില്ല. നിങ്ങൾ എങ്ങനെ നിസ്കരിച്ചാലും ഞങ്ങൾ അങ്ങനെ നിസ്കരിക്കാൻ റെഡിയാണെന്ന് പറഞ്ഞ മഅ്മൂമീങ്ങളാണ്. എങ്കിൽ പിന്നെ തസ്ബീഹ് നീട്ടുകയാണെങ്കിൽ 11 തസ്ബീഹ് വരെ ചെല്ലാം എന്നാണ്. അത് അക്മലായ രൂപം. റുക്കൂയിലും സുജൂദിലും പരമാവധി 11 തസ്ബീഹ് വരെ ചെല്ലാം. എന്നാൽ ഇമാമ്, ഇതുപോലെയുള്ള പൊതുവായ ജമാഅത്തിന്റെ ഇമാമ് 3-നേക്കാൾ കൂട്ടാൻ പാടില്ല. അത് കറാഹത്താണ്. അതിന് മഅ്മൂമീങ്ങളുടെ സമ്മതം വേണം. അതുപോലെ മുതുക് ഇങ്ങനെ റുക്കൂയിൽ എന്ത് ചെയ്യണം? ഒരു പലക പോലെ നിൽക്കണം. അതിന് തല ഇങ്ങനെ താഴ്ത്തലും ഖറാഅത്താണ്, തല ഇങ്ങനെ പൊക്കലും ഖറാഅത്താണ്. തലയും മുതുകും ഇങ്ങനെ വടിവത്ത രൂപത്തിൽ നിൽക്കണം. അതാണ്. ഒക്കെ ചെയ്താൽ അതിന് മാത്രം കൂലി ഉണ്ടാവും. മുഖാലഫത്തു തർതീബിൽ മശ്റൂഇ ഫീ വദഇ അലാഇ സുജൂദി, സുജൂദിന്റെ അവയവങ്ങളിൽ വെക്കാൻ ഒരു ഓർഡർ ഉണ്ട്. സുജൂദിലേക്ക് പോകുമ്പോൾ ഒരു ഓർഡർ ഉണ്ട് അവയവങ്ങൾ വെക്കാൻ. ആദ്യം കാലം എന്തായാലും കുത്തിയിട്ടുണ്ടാവും, അത് ഉറപ്പാണല്ലോ, അങ്ങനെയല്ല നിൽക്കുന്നത്. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? മുട്ട് കുത്തണം, പിന്നെ കൈ കുത്തണം, പിന്നെയാണ് നെറ്റിയും മൂക്കും കുത്തേണ്ടത്. ചില ആളുകളെങ്കിലും എന്ത് ചെയ്യും? ആദ്യം തന്നെ പോയിട്ട് കൈയാണ് കുത്തും, എന്നിട്ട് പിന്നെ മുട്ട് കുത്തും, എന്നിട്ട് പിന്നെ നെറ്റിയും മുഖവും കുത്തും. അത് സുജൂദിൽ പറയപ്പെട്ട ക്രമീകരണത്തിനെതിരാണ്. അത് കറാഹത്താണ്. നിർവാഹമില്ലാത്ത ആളുകളുണ്ടാവും, അവരെ കുറിച്ചല്ല പറയുന്നത് കേട്ടോ. ആരോഗ്യവാനായ ഒരാളെ സംബന്ധിച്ചിടത്തോളം കാലിന് ശേഷം ആദ്യം മുട്ട് വെക്കണം. സുജൂദിലേക്ക് പോകുമ്പോൾ കൈ വെക്കേണ്ടത് ഇവിടെയാണെന്നാ, തുടയുടെ മേലിൽ വെച്ച് മുട്ട് കുത്തി, പിന്നെ കൈകൊട്ടി, പിന്നെ രണ്ടും കൂടി ഒന്നിച്ച് സുജൂദ് ചെയ്യണം. ഇതിനെതിരെ ചെയ്യുക എന്നത് കറാഹത്താവുന്നു. അതുപോലെ ആദമു വദഇൽ അംഫി ഫി സുജൂദി, സുജൂദിൽ മൂക്ക് വെക്കാതിരിക്കൽ കറാഹത്താണ്. തല മാത്രം ഇങ്ങനെ കൊണ്ടുപോയി കുത്തുന്നുണ്ട്, മൂക്ക് കുത്തുന്നില്ല, അത് കറാഹത്താണ്. മൂക്ക് വെക്കണം എന്ന് പറഞ്ഞ ആളുകളുണ്ട്. മദ്ഹബിൽ മൂക്ക് വെക്കൽ നിർബന്ധമാണ് എന്ന് പറഞ്ഞ ആളുകളുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ മദ്ഹബിൽ അത് വെക്കാതിരിക്കൽ കറാഹത്തായത്. അൽ ഖുനൂത്ത് ഫീ സ്വലാത്തിൽ ലം യുശ്റഅ ഫീഹാ, ഖുനൂത്തില്ലാത്ത നിസ്കാരത്തിൽ ഖുനൂത്ത് ഓതൽ കറാഹത്താണ്. ഓരോ നിസ്കാരത്തിൽ ഖുനൂത്ത് ഓതിയെന്ന് വിചാരിച്ച് നിസ്കാരം പാത്തിലാവുന്നില്ല, പക്ഷെ അത് കറാഹത്താണ്.
ചെയ്തത്. നാസിലത്തിന്റെ കുനൂത്തല്ല പറയണ കേട്ടോ. വിപത്തുകൾ ഇറങ്ങിയാൽ 5 വക്തിലും കുനൂത്ത് ഓതാം, അത് വേറെ വിഷയം. വിപത്തുകൾ ഇറങ്ങുമ്പോൾ 5 വക്തിലും കുനൂത്ത് ഓതാം, ജുമുഅക്കും കുനൂത്ത് ഓതാം. നമ്മൾ ഓതിയിട്ടുണ്ടല്ലോ പലപ്പോഴും അല്ലേ. അതേസമയം ശറഈ അല്ലാത്ത ഈ സുബൈക്ക് ഓതുന്ന കുനൂത്ത് ബാക്കിയുള്ള നിസ്കാരങ്ങളിൽ ഓതുക, പ്രത്യേകിച്ച് കാരണങ്ങൾ നാസിലത്തിന്റെ കുനൂത്ത് അല്ലാതെ, അത് ഖിറാഅത്താണ്. അദ്ദുആഉ ബഅദ തശഹ്ഹുദിൽ അവ്വലി, ഒന്നാമത്തെ അത്തഹിയ്യാത്തിന് ശേഷം മസീഹു ദജ്ജാലിന്റെ ദുആ ദ്വാരക്കുക കറാഹത്താവുന്നു. ഒന്നാമത്തെ അത്തഹിയ്യാത്ത് നമ്മൾ പറഞ്ഞില്ലേ, അത്തഹിയ്യാത്ത് കഴിഞ്ഞാൽ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്, അത് മാത്രം മതി. വാലിഹി പോലും പറയാൻ പാടില്ല. അപ്പൊ ഒന്നാമത്തെ അത്തഹിയ്യാത്ത് ചൊല്ലി സ്വലാത്ത് ചൊല്ലിയിട്ട് പിന്നെ ദ്വാരക്കുക, അല്ലാഹുമ്മ ഗഫിർ ലി മാ ഖദ്ദംതു വമാ അഖർതു എന്ന് പറഞ്ഞ ദുആ ഒന്നാമത്തെ അത്തഹിയ്യാത്തിൽ വേണ്ട, അത് കറാഹത്താണ്. ഇതാലത്തു തശഹ്ഹുദിൽ അവ്വലി മാ ലം യഫറുഗ ഹൈതു ലം യഫറുഗ മിൻഹു ഖബ്ല ഇമാമിഹി ഫയദഉ ഹൈനൈദിൻ. എന്നാൽ ഒന്നാമത്തെ അത്തഹിയ്യാത്തിൽ നമ്മൾ ചൊല്ലിയിട്ട് നമ്മുടെ അത്തഹിയ്യാത്ത് കഴിഞ്ഞപ്പോൾ ഇമാമിന്റെ അത്തഹിയ്യാത്ത് കഴിയുന്നില്ലെങ്കിൽ നമുക്ക് ആ ദുആ ദ്വാരക്കാം, അത് വേറെ കാര്യം. നമ്മളിന്നലെ പറഞ്ഞിരുന്നു അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് എന്ന് പറഞ്ഞ് നമ്മൾ നിർത്തിയിട്ടും മുപ്പത് എന്ത് ചെയ്യുന്നില്ല, ഇമാമിന്റെ കഴിയുന്നില്ല. നമുക്ക് അല്ലാഹുമ്മ ഗഫിർ ലി മാ ഖദ്ദംതു വമാ അഖർതു എന്ന് പറഞ്ഞ് ദുആ ചെയ്യാം, അതിന് കുഴപ്പമില്ല. സിയാദത്തു ദുആഇൽ ഇമാമി ഇത്വാലത്തു തശഹ്ഹുദിൽ അവ്വലി, ഒന്നാമത്തെ അത്തഹിയ്യാത്ത് സുദീർഘമാക്കുക, അത് കറാഹത്താണ്. അൽ ഇശാറത്തു ബിൽ ഇസ്റാ ഇൻദ ഖൗലിഹി ഇല്ലല്ലാഹ്, അത്തഹിയ്യാത്തിൽ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ വലത്തെ കൈയിന്റെ ചൂണ്ടുവിരൽ ഉയർത്തുന്നതിന് പകരം ഇടത്തെ കൈയിന്റെ ചൂണ്ടുവിരൽ ഉയർത്തൽ കറാഹത്താണ്. കാരണം ഇടത്തെ കൈയിന്റെ വിരലുകൾക്ക് ജോലിയുണ്ട്, എന്താ ചെയ്യേണ്ടത്, അതിങ്ങനെ ഇടത്തെ മുട്ടിന്റെ മേലിൽ ഇങ്ങനെ വെക്കണമെന്ന് അതിന്റെ കാര്യം. അതേസമയം ബാങ്ക് കൊടുക്കുന്ന മുഅദ്ദിന് ചൂണ്ടുവിരലില്ലെങ്കിൽ നടുവിരൽ ഉപയോഗിച്ചോട്ടെ എന്ന് പറയുന്നുണ്ട്. കാരണം എന്താ, ബാക്കിയുള്ള വിരലുകൾക്ക് പ്രത്യേക ജോലിയില്ല. അപ്പൊ അത്തഹിയ്യാത്ത് ഓതുന്ന ആൾക്ക് വലത്തെ ചൂണ്ടുവിരലില്ല എങ്കിൽ ഇടത്തെ ചൂണ്ടുവിരൽ ഉപയോഗിക്കുക, അത് പാടില്ല, കറാഹത്ത. വലത്തെ ചൂണ്ടുവിരലില്ലെങ്കിൽ വേണ്ട, ബാക്കിയുള്ള വിരലുകൾ എങ്ങനെ വെക്കണമെന്നുള്ളതിന് ഹദീസിൽ പ്രത്യേകം വാരിതായിട്ടുണ്ട്, അതുപോലെ തന്നെ വെക്കണം. പിന്നെയോ തർക്കു ദുആഇ ബഅദ തശഹ്ഹുദിൽ അഖീരി, അവസാനത്തെ അത്തഹിയ്യാത്തിന് ശേഷം മസീഹു ദജ്ജാലിന്റെ ദുആ ഉപേക്ഷിക്കലും കറാഹത്താവുന്നു. അതോ നമ്മൾ സുന്നത്ത് നിസ്കരിക്കുമ്പോൾ ഇത് ചെല്ലുമോ? സുന്നത്ത് നിസ്കരിക്കുമ്പോൾ മസീഹു ദജ്ജാൽ വരെ ചെല്ലലുണ്ട് ആരെങ്കിലും? ചെല്ലണം. പക്ഷെ അതിന് ഞാനൊരു വിളവ് പറഞ്ഞുതരാം. അവസാനത്തെ ദുആ 2 ഹദീസിൽ വന്ന ദുആയാണ്. അല്ലാഹുമ്മ ഗഫിർ ലി മാ ഖദ്ദംതു വമാ അഖർതു വമാ അസ്റർതു എന്ന് പറഞ്ഞ് തുടങ്ങുന്നത് ഒരു ഹദീസ്. പിന്നെ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്രി വമിൻ അദാബിൻ നാരി വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത് വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ എന്ന് പറയുന്നത് വേറൊരു ഹദീസിൽ കൂടി വന്നതാണ്. അപ്പൊ നമുക്ക് ഇത് ഫുള്ളായിട്ട് ചെല്ലാൻ സമയമില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ രണ്ടാമത്തതെങ്കിലും ചെല്ലുക. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്രി വമിൻ ഫിത്നത്തിൽ അന്നാരി വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത് വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ എന്ന് പറയുന്ന ഈ ദുആ ചെയ്യുക. സുന്നത്ത് നിസ്കാരത്തിലാണെങ്കിലും ഫർദ് നിസ്കാരത്തിലാണെങ്കിലും തറാവീഹിലാണെങ്കിലും വിത്റിലാണെങ്കിലും എല്ലാത്തിലും ഇത് വേണം. അപ്പൊ അത്തഹിയ്യാത്ത് കഴിഞ്ഞ് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ ആലിഹി, സലാം വീട്ടാൻ പോകുന്ന അത്തഹിയ്യാത്തിൽ ഇത് വേണമല്ലോ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ ആലിഹി എന്നെങ്കിലും പറഞ്ഞിട്ട് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്രി എന്ന് പറഞ്ഞ മസീഹ് ദജ്ജാൽ വരെ ചൊല്ലിയാൽ ആ ഖറാഅത്ത് ഒഴിവായി. സാധാരണയിൽ നഷ്ടപ്പെട്ടു പോകുന്ന കാര്യമാണ്. ചിലരൊക്കെ ഒഴിവാക്കും. അതുപോലെ പിന്നെ വജ്ഹത്ത് ഒഴിവാക്കും, സൂറത്ത് ഒഴിവാക്കും, ഈ പറയുന്ന ദുആയും ഒഴിവാക്കും. അപ്പോൾ 4 ഖറാഅത്ത് ചുരുങ്ങിയത് നിസ്കാരത്തിൽ ഉണ്ടാവും. വജ്ഹത്ത് ഓതാൻ സമയമില്ലെങ്കിൽ അവിടെയും ഒരു ചെറിയ ദുആ പറയാം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക എന്ന് പറയുന്ന ഈ ചെറിയ ദുആ വജ്ഹത്തുവിന് പകരം ചൊല്ലിയാൽ ഖറാഅത്ത് ഒഴിവായി. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക, അല്ലാഹു അക്ബർ എന്ന് പറയുന്ന തക്ബീർ കെട്ടിയിട്ട്
സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക എന്ന് മാത്രം പറഞ്ഞാൽ തന്നെ വജ്ജഹത്ത് ഓതിയതിന്റെ അടിസ്ഥാന കൂലി ലഭ്യമാകുമെന്ന് ഇമാം നബവി റളിയല്ലാഹു അൻഹു അദ്കാറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതും പറ്റും. ഒരുപാട് ദുആകൾ വന്നിട്ടുണ്ട്. അല്ലാഹുമ്മ ബാഇദ് ബൈനി വബൈന ഖത്വായായ കമാ ബാഅത്ത ബൈനൽ മശ്രിഖി വൽ മഗ്രിബ്. അല്ലാഹുമ്മ വസിൽനി മിൻ ഖത്വായായ കമാ യുഗ്സലു الثوب بالماء والثلج والبرد. اللهم نقني من خطاياي كما ينقى الثوب الابيض من الدنس. ഇതൊക്കെ ഹദീസിൽ വന്ന വജ്ജഹത്തുന് പകരമായി ചൊല്ലിയ ഹദീസുകളിൽ വ്യത്യസ്ത റിപ്പോർട്ടുകളിൽ കാണുന്ന ദുആകളാണ്. അപ്പൊ സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക എന്ന് പറയുന്ന ഈ ദുആയെങ്കിലും ചുരുങ്ങിയത് നമ്മൾ നിർവഹിക്കണം. അപ്പൊ ആ ഖറാഅത്ത് ഒഴിവായി അത് നമുക്ക് ചൊല്ലാം, അതിൽ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അപ്പൊ ആ ഖറാഅത്ത് ഒഴിവായി സൂറത്ത് എന്തെങ്കിലും ഒരു ചുരുങ്ങിയതൊരു ബിസ്മിയെങ്കിലും ചൊല്ലുക. സൂറത്ത് പൂർണ്ണമായി ഓതിയില്ലെങ്കിൽ ഒരു ബിസ്മിയെങ്കിലും ചൊല്ലിയാൽ അടിസ്ഥാന കൂലി കിട്ടും. പിന്നെ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്രി വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത്ത് എന്ന് പറയുന്ന ഈ ദുആ അവസാനം വരെ രണ്ടാമത്തെ ഹദീസിൽ വന്ന ആ ദുആ നാം നിർവഹിക്കുമ്പോൾ ആ ഖറാഅത്തും ഒഴിവായി കിട്ടും. അതുപോലെ അൽ-ഇൽതിഫാത്തു ബിവജ്ഹിഹി ബിലാ ഹാജ, ആവശ്യമില്ലാതെ മുഖം കൊണ്ട് തിരിഞ്ഞു നോക്കൽ ഖറാഅത്താകുന്നു. റഫഉൽ ബസരി ഇലസ് സമാഇ, ആകാശത്തിലേക്ക് കണ്ണു നോക്കൽ ഹറാമാണ്. കണ്ണിങ്ങനെ ആകാശത്തേക്ക് ഉയർത്തുക. നിസ്കാരത്തിന് നോക്കേണ്ടത് എപ്പോഴും സുജൂദിന്റെ മഹല്ലിലേക്കാണ്. മയ്യത്ത് നിസ്കാരത്തിലാണെങ്കിൽ പോലും അങ്ങനെയാണ് ചെയ്യേണ്ടത്. നമ്മൾ പറഞ്ഞല്ലോ. പിന്നെ മയ്യത്ത് നിസ്കാരത്തിൽ അടുത്ത് നിൽക്കുന്നതിനുള്ള ഗുണം എന്താന്ന് വെച്ചാൽ, തീരെ പള്ളിയിൽ കയറാത്ത ആള് ചിലപ്പോൾ ബാപ്പ മരിച്ചുമ്പോഴായിരിക്കും പള്ളിയിൽ കയറുന്നത്. അപ്പൊ ഈ അടുത്ത് നിൽക്കുമ്പോൾ മനസ്സിലാവും ഇതെന്തോ ഒരു പ്രത്യേക നിസ്കാരമാണ് കേട്ടോ. ഉണ്ടല്ലോ, കുറെ കാലമായിട്ട് നിസ്കരിക്കുന്നില്ല, വാപ്പ മരിച്ചപ്പോഴാണ് എന്തേത് ഒരാള് പള്ളിയിൽ വന്നത്. അപ്പൊ മയ്യത്ത് നിസ്കാരത്തിന് ശേഷം എന്നെ ചോദിക്കുക, അല്ലടോ പണ്ട് കുനിയലും നേരിലൊക്കെ ഉണ്ടായിരുന്നല്ലോ, അപ്പൊ അതൊക്കെ എടുത്ത് ഒഴിവാക്കി വന്നു. അപ്പൊ മറ്റോ കുറച്ച് ബുദ്ധിയുള്ളൂ. ഞാൻ പറഞ്ഞു കൊറോണ വന്നതിന് ശേഷം പിന്നെ അതൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചു എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞ അതേതായാലും നന്നായി, നല്ല തീരുമാനം കേട്ടോ. എങ്ങനെയുണ്ട്? അപ്പൊ ഇതുപോലെ നിസ്കാരത്തിൽ തീരെ പരിചയമില്ലാത്ത ആളുകൾക്ക് എന്താവും, ഇങ്ങനെ അടുത്ത് നിൽക്കുമ്പോൾ ഇതെന്തോ ഒരു അസാധാരണ നിസ്കാരമാണ് എന്ത് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ അവിടെ സുന്നത്ത് ഒഴിവാകും, അത് വേറെ കാര്യം. പിന്നെ الصلاة على النبي صلى الله عليه وسلم بعد أدعية التشهد الأخير. അവസാനത്തെ ദുആ കഴിഞ്ഞിട്ട് പിന്നെ നബി തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലൽ ഖറാഅത്താവുന്നു. സ്വലാത്ത് മുമ്പ് ചൊല്ലണ്ടേ, എന്നിട്ടല്ലേ ദുആ. മസീഹ് ദജ്ജാലിന്റെ ദുആ അവസാനാണ്, അതിന്റെ മുമ്പ് സ്വലാത്ത് ചൊല്ലണം. അപ്പൊ ദുആക്ക് ശേഷം പിന്നെ സ്വലാത്ത് ഇല്ല, അത് ഖറാഅത്താണ്. സിയാദത്തു ദുആഇൽ ഇമാമി ബഅദ തശഹ്ഹുദിൽ അഖീരി അൻ ഖദരി അഖല്ലി തശഹ്ഹുദി വസ്സലാത്തി. അത്തഹിയാത്തും ശേഷമുള്ള സ്വലാത്തും ചൊല്ലിയാൽ കിട്ടുന്ന സമയത്തേക്കാൾ കൂടുതൽ ദുആക്ക് വേണ്ടി ഇമാമ സമയം ഉപയോഗിക്കരുത്, അത് ഖറാഅത്താണ്. പറഞ്ഞ മനസ്സിലായോ? നിസ്കാരത്തിൽ ഇപ്പൊ എന്ത് ദ്വാരക്കാലോ, അറിവുള്ള ആളുകൾക്ക്, അറബി അറിയാവുന്ന ആളുകൾക്ക് എന്ത് ദ്വാരക്കാം. അറബി അറിയാത്ത ആളുകൾക്കും ദ്വാരുന്നുണ്ട് നിസ്കാരത്തിൽ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന اللهم اجعلني من التوابين واجعلني من المتطهرين واجعلني من عبادك الصالحين. കിട്ടുന്ന ദുആക്ക് ദ്വാരക്കാലോ, അറബിയിലാണെന്നേ ഉള്ളൂ. പക്ഷെ ഇമാമാകുമ്പോൾ ഈ അത്തഹിയാത്തും ശേഷമുള്ള സ്വലാത്തും ഇത്ര മാത്രമേ ദുആക്ക് സമയം വരാവൂ. ഈ അത്തഹിയാത്തും സ്വലാത്തും കൂടി കൂട്ടിയാൽ എത്ര ഉണ്ട്? അതിനേക്കാൾ കൂടുതൽ ദുആക്ക് വേണ്ടി ഇമാമ സമയം വിനിയോഗിക്കാൻ പാടില്ല, കറാഹത്താണ്. ചില ഇമാമികൾ വളരെ ശ്രദ്ധിക്കണം. ചില ഇമാമികളൊക്കെ സുജൂദിലൊക്കെ എത്രയാണ്, നമ്മൾ 7 ചൊല്ലിയാലും 8 ചൊല്ലിയാലും മൂപ്പർ എണീറ്റ് കിട്ടൂല. വലിയ ഇഖ്ലാസ് കാണിക്കാൻ പാടില്ല. പൊതുവായ ജമാഅത്തിലെ ഇമാമികൾ 3 തസ്ബീഹിനേക്കാൾ കൂടരുത്. മഅ്മൂമീങ്ങളുടെ സമ്മതം വേണമെന്നാണ് ഫുഖഹാ പറയുന്നത്. കറക്റ്റായിരിക്കണം അവരെ നിസ്കാരം. അതുപോലെ നദറു മാ യുൽഹിഹി കസൗബിൻ ഫീഹി അലാമുൻ കസ്സലാത്തി അലൈഹി ഔ ഇലൈഹി ഔ ഫീഹി. ചിത്രമുള്ള പടമുള്ള വസ്ത്രത്തിലോ അല്ലെങ്കിൽ മുസല്ലയിലോ ഒക്കെ നിസ്കരിക്കലും
അതിലേക്ക് നോക്കി നിസ്കാരത്തിന് അശ്രദ്ധയുണ്ടാക്കും വിധത്തിലുള്ള പടങ്ങൾ വിരിച്ച് നിസ്കരിക്കൽ കറാഹത്താണ്. നമ്മുടെ ഗൾഫിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന മുസല്ലയില്ലേ, പണ്ടത്തെ മുസല്ലക്ക് ഭയങ്കര ചിത്രമായിരുന്നു. ഇപ്പൊ അങ്ങനത്തെ മുസല്ലകളൊക്കെ ഒഴിവായിട്ടുണ്ട്. പണ്ടൊരു ഉസ്താദിനോട് ചോദിച്ചല്ല, മുസല്ല വിരിച്ച് നിസ്കരിക്കൽ കറാഹത്തല്ലേ ഉസ്താദെ, ചിത്രമുള്ള മുസല്ല? ഒരു വലിയ രസികനാണ്, മലബാറിലെ ഒരു പണ്ഡിതനാണ്, തിരൂരങ്ങാടി വാപ്പു മുസ്ലിയായിരുന്നവർ. അപ്പോൾ മുമ്പ് മുസല്ലയിൽ ചിത്രം ഉണ്ടായാൽ നമ്മളെ മനസ്സിൽ മുസല്ലയിൽ തന്നെ നിൽക്കും, അല്ലെങ്കിൽ അമേരിക്കയിലോ ലണ്ടനിലൊക്കെ പോകും. മനസ്സിലായോ? ഈ ചിത്രമുള്ള മുസല്ല വെച്ച് നിസ്കരിക്കൽ കറാഹത്തല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ മുമ്പ് രസത്തിൽ മറുപടി പറയുന്നത്, മുസല്ലയിൽ ചിത്രം ഉണ്ടായാൽ മനസ്സിൽ മുസല്ലയിലെങ്കിലും ഉണ്ടാവും, അല്ലെങ്കിൽ പിന്നെ അമേരിക്കയിലും ലണ്ടനിലൊക്കെയാണ് പോവാം. എന്തായാലും അത് കറാഹത്താണ്, ഇതിവിടെ തന്നെ നിൽക്കുന്നു. രസമായിട്ട് മറുപടി പറഞ്ഞത്. സംഗതി കറാഹത്ത് തന്നെയാണ്, അത് വേറെ വിഷയം. അപ്പം 33 കറാഹത്തുകൾക്ക് നമ്മൾ പറഞ്ഞു. 34-ാമത്തേത് അൽ ബസ്തു അമാമൻ ഔ യമീനൻ ഫീ ഗൈരിൽ മസ്ജിദ്. പള്ളി അല്ലാത്തയിടത്ത് വലത്തെ ഭാഗത്തോ അല്ലെങ്കിൽ മുമ്പിലേക്കോ നിസ്കാരത്തിൽ തുപ്പൽ കറാഹത്താകുന്നു. പള്ളിയിൽ തുപ്പൽ ഹറാമാകുന്നു, പള്ളി അല്ലാത്തയിടത്താണ് പറയണത്. തുപ്പേണ്ടി വന്നാൽ തുപ്പണ്ടേ? അതിനല്ലേ ഇടത്തെ ഭാഗത്ത് പോക്കറ്റ് ഉണ്ടാക്കിയത് തുപ്പാൻ? അതറിയില്ല. അതിന് വേണ്ടിയാണ് ഈ കർച്ചീഫൊക്കെ ഇട്ട് വരണം, അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറൊക്കെ ഇങ്ങനെ ഇട്ട് വരണം. നോമ്പുകാരനാണെങ്കിൽ ഇപ്പോൾ കഫം വന്നാൽ ഇറക്കാൻ പറ്റുമോ? പറ്റൂല. അപ്പൊ ഈ തുപ്പണം. പഴയ കാലത്തെ പള്ളി എന്ന് പറഞ്ഞാൽ മണലല്ലേ. അപ്പൊ അവർ തുപ്പുന്ന സമയത്ത് മുമ്പിലേക്ക് തുപ്പരുത്, അല്ലെങ്കിൽ വലതു ഭാഗത്തേക്ക് തുപ്പരുത്. തുപ്പുമ്പോൾ ഇടതു ഭാഗത്തേക്ക് തുപ്പണം, അല്ലാതെ തുപ്പൽ കറാഹത്താണ്. വലതു ഭാഗത്തേക്ക് അല്ലെങ്കിൽ മുമ്പിലേക്ക് തുപ്പൽ കറാഹത്താണ്, ഇടതു ഭാഗത്തേക്ക് ഉണ്ട്. അതിപ്പോ നിസ്കാരത്തിൽ മാത്രമല്ല, നിസ്കാരം അല്ലാത്തപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ. മുമ്പിലേക്കോ വലതു ഭാഗത്തേക്കോ തുപ്പൽ കറാഹത്താണ്, ഇടതു ഭാഗത്തേക്ക് തുപ്പണം. കശ്വറസിൻ ഔ മങ്കിബിൻ, ചുമലോ അല്ലെങ്കിൽ ചുമലും തലയുമൊക്കെ മറക്കാതെ നിസ്കരിക്കൽ കറാഹത്താവുന്നു. തല മറക്കാതെ നിസ്കരിക്കുക, അത് കറാഹത്താണ്. ചുമല് മറക്കാതെ നിസ്കരിക്കുക കറാഹത്ത്. അതിന് നമ്മൾ കുപ്പായിടുന്നത് ഷർട്ട്. അൽ-ഇൽതിബാഉ, പൂണൂൽ വേഷം ധരിച്ച് നിസ്കരിക്കൽ കറാഹത്താണ്. അൻ-നഫ്ഖു ബിലാ നുത്ഖിൻ മുബ്തിലിൻ, ബാത്തിലാക്കുന്ന വിധത്തിൽ അല്ലെങ്കിൽ പോലും നിസ്കാരത്തിൽ ഊതൽ കറാഹത്താവുന്നു. നല്ല ചൂടാണ്, ഊത് കറാഹത്താണ്. കഫ്ഫു ശഅരിഹി ഔ സൗബിഹി ബിലാ ഹാജ, ആവശ്യമില്ലാതെ വസ്ത്രങ്ങൾ മടക്കി വെക്കൽ കറാഹത്താണ്. ഉണ്ടല്ലോ, കയ്യൊക്കെ മടക്കി വെക്കൂലേ, കറാഹത്താണ്. പാൻറ് മടക്കി വെക്കുക. അതുപോലെ 39 മസ്റൂബാരി ജബഅത്തി ബിലാ ഹാജ, ആവശ്യമില്ലാതെ മുഖത്തെ പൊടി തട്ടാൻ പാടില്ല. മുഖത്ത് പൊടി തട്ടേണ്ട സമയമല്ലല്ലോ നിസ്കാരം. നെറ്റിയിൽ എന്തെങ്കിലും ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ മേലെ പിന്നെ സുജൂദ് ചെയ്ത നിസ്കാരം ശരിയാവില്ല, അത് വേറെ കാര്യം. അപ്പൊ അത് തട്ടേണ്ടി വരും, അത് നിർബന്ധമാണ്. നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി സുജൂദിലേക്ക് ഇങ്ങനെ പോയപ്പോൾ ഒരു പേപ്പർ ഇങ്ങനെ നിലത്ത് ഇങ്ങനെ നമ്മൾ ഒട്ടിപ്പിടിച്ചു, പിന്നെ അതിന്റെ മേലെ സുജൂദ് നിസ്കാരം ശരിയാവുമോ? ഇല്ല. അതുകൊണ്ടാണല്ലോ തൊപ്പിന്റെ മേലെ സുജൂദ് ചെയ്താൽ സഹിയാവാത്തത്. നമ്മൾ ചുമന്ന ഒരു വസ്തുവിന്റെ മേൽ സുജൂദ് ചെയ്താലും സുജൂദ് ശരിയാവില്ല. നാം വഹിക്കുന്ന ഒരു വസ്തുവിന്റെ മേലിലും സുജൂദ് ചെയ്താൽ സുജൂദ് സഹിയാവുകയില്ല. തലപ്പാവ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്, അതിനൊരു സുജൂദ് ചെയ്താൽ അങ്ങനെ ശരിയാവും? ശരിയാവില്ല. അത് വലിയ കെട്ടൊക്കെ കെട്ടുന്ന ആൾക്കാരെല്ലാം ശ്രദ്ധിക്കണം. നെറ്റൊക്കെ അല്പം കൂടി വിശാലമാക്കിയിട്ട് വേണം സുജൂദ് ചെയ്യാൻ, അല്ലെങ്കിൽ സുജൂദ് സഹിയാവുകയില്ല. വലിയ മുടിയുള്ള ആൾക്കാരുണ്ടാവും, മുടി ഇങ്ങനെ പോകും, അതിന് സുജൂദ് ചെയ്താൽ അങ്ങനെ സുജൂദ് ശരിയാവില്ല. അപ്പൊ നമ്മൾ സുജൂദ് ചെയ്തയിടത്ത് എന്തെങ്കിലും ഒരു പേപ്പർ, ഒരു സ്റ്റിക്കർ നെറ്റിയിൽ ഒട്ടിപ്പോയി, അത് പറിച്ചിടണം, നിർബന്ധമാണ്. അല്ലെങ്കിൽ രണ്ടാമത്തെ സുജൂദ് ശരിയാവുക. അതില്ലാതെ മുഖത്ത്, അതിന്റെ കാരണമൊന്നും അല്ലാതെ മുഖത്തുള്ള പൊടി തട്ടുക, അത് ഈ പറയുന്നത് എന്താ വെച്ചാൽ പഴയ കാലത്ത് മണലായിരുന്നല്ലോ, അതുകൊണ്ട് ചിലപ്പോ അങ്ങനെയൊക്കെ സംഭവിക്കാം. 40-ാമത്തേത് ആവശ്യമില്ലാതെ വായക്കുമേൽ കൈവക്കൽ കറാഹത്താകുന്നു.
മുഹാദാത്തുൻ നജാസ, നജസിനോട് നേരിട്ട് നിൽക്കൽ കറാഹത്താണ്. അൽ-ഇഖ്തിസാറു അലാ അഖല്ലിൽ വാജിബ്, 42ാമത്തെ സുന്നത്ത് വാജിബായത് മാത്രം എടുത്ത് നിസ്കരിക്കുക. സുന്നത്തൊന്നും മൂപ്പർ എടുക്കുന്നില്ല, അത് കറാഹത്താണ്. അത് ഓതുന്നില്ല, വജ്ഹത്ത് ഓതുന്നില്ല, സൂറത്ത് ഓതുന്നില്ല, തസ്ബീഹുകളൊന്നും മൂപ്പർ ചെയ്യുന്നില്ല, ഫർദ് മാത്രം എടുക്കുന്നുള്ളൂ. അങ്ങനെ നിസ്കരിക്കുക, അത് കറാഹത്താണ്. അങ്ങനെ 42 കറാഹത്തുകൾ നമ്മൾ ഇന്നുണ്ട്. ഇതൊന്നും പരമാവധി നമ്മൾ ചെയ്യാത്തതാണ്. ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഉപേക്ഷിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇബാദത്തുകളൊക്കെയും പൂർണ്ണമാക്കി തരുമാറാവട്ടെ. റഹ്മാനുർ റഹീമായ റബ്ബേ, ഞങ്ങളുടെ ജീവിതത്തിൽ നിർവഹിക്കുന്ന കൊച്ചു കൊച്ചു അമലുകളെ നീ സ്വീകരിക്കണേ റഹ്മാനെ. വലിയ പ്രതിഫലങ്ങൾ ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. മീസാൻ എന്ന തുലാസിൽ നന്മയും തിന്മയും തൂക്കപ്പെടുമ്പോൾ ഞങ്ങളുടെ ഹസനാത്തുകൾക്ക് വലിയ പ്രതിഫലങ്ങൾ നൽകണേ അല്ലാഹുവേ. ഞങ്ങളുടെ അമലുകളിൽ നീ ഇഖ്ലാസ് നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ തഖ്വ നീ വർദ്ധിപ്പിച്ചു തരണേ റഹ്മാനെ. പടച്ചവനെ, ഞങ്ങളുടെ പോരായ്മകളെല്ലാം ജീവിതത്തിൽ തിരുത്തി സുതാര്യമായി ഞങ്ങളുടെ അമലുകൾ നിർവഹിക്കാൻ നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖി സയ്യിദനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും. പ്രതിഫലത്തെ കുറക്കുന്ന 42 കറാഹത്തുകൾ, ഇതാണ് നമുക്ക് പറയാനുള്ളത്. ഒഴിവാക്കേണ്ട കറാഹത്തുകൾ. കറാഹത്ത് എന്ന് പറഞ്ഞാൽ ചെയ്താൽ കുറ്റമില്ലെങ്കിലും ഉപേക്ഷിച്ചാൽ കൂലിയുണ്ട്. ചെയ്താൽ കുറ്റമില്ലെങ്കിലും ഉപേക്ഷിച്ചാൽ കൂലിയുണ്ട്. കറാഹത്തുകൾ വരുന്നതിനനുസരിച്ച് ഇബാദത്തുകൾ അപൂർണമായിരിക്കും. അതുകൊണ്ട് കറാഹത്തുകൾ പരമാവധി വരാതിരിക്കാൻ ശ്രമിക്കണം. സുന്നത്ത് ഒഴിവാക്കി എന്നതുകൊണ്ട് എല്ലായിടത്തും കറാഹത്ത് വരികയില്ല. കറാഹത്ത് വരാനുള്ള കാരണം അത്രയും അത് ശക്തമായ സുന്നത്തായതുകൊണ്ടാണ്. ചില സുന്നത്തുകൾ ശക്തമാകുമ്പോൾ ഉപേക്ഷിക്കുമ്പോൾ കറാഹത്താവും. അല്ലെങ്കിൽ വേറെ ചില മദ്ഹബുകളിൽ അത് നിർബന്ധമായതുകൊണ്ട് നമ്മുടെ മദ്ഹബ് അത് പ്രത്യേകം ഗൗനിക്കുന്നു, അത് ഉപേക്ഷിക്കലും കറാഹത്താവും. അപ്പൊ കറാഹത്ത് വരാൻ 2 വഴിയായി. ഒന്ന്, അത് ശക്തിയായ സുന്നത്താണ്, അപ്പോൾ അത് ഉപേക്ഷിക്കൽ കറാഹത്താവും. അല്ലെങ്കിൽ മറ്റൊരു മദ്ഹബിൽ അത് നിർബന്ധമാണെന്ന് പറഞ്ഞിട്ടുണ്ട്, അപ്പൊ നമ്മുടെ മദ്ഹബ് അത് പ്രത്യേകം ഗൗനിക്കുന്നു, അതുകൊണ്ട് അത് ഉപേക്ഷിക്കൽ കറാഹത്താവും. ദുഖൂലുഹാ ബിതൗഖാനി നഫ്സി ഇലാ തആമിൻ ഔ ശറാബിൻ ഔ ജിമാഇൻ. നാം വിശന്നിരിക്കുകയാണ്, വിശപ്പുള്ള ആളുകളാണ്, അല്ലെങ്കിൽ നിസ്കരിക്കാൻ ഉദ്ദേശിക്കുന്ന ആള് വെള്ളത്തിന് ദാഹിച്ച് അവശനായ ആളാണ്, എങ്കിൽ ആ വെള്ളം കുടിക്കാതെ നിസ്കരിക്കാൻ പാടില്ല, കറാഹത്താണ്. നല്ല വിശപ്പുള്ള ആള് ഭക്ഷണം ഇങ്ങനെ റെഡിയാണ്, ആ ഭക്ഷണം മുമ്പിൽ വെച്ചുകൊണ്ട് നിസ്കരിക്കാൻ പാടില്ല. കാരണം അവന്റെ ആർത്തി ആ ഭക്ഷണത്തിലേക്കും ആ വെള്ളത്തിലേക്കുമാണ്. നിസ്കാരം നിർവഹിക്കുമ്പോൾ വളരെ ആത്മാർത്ഥമായി നിഷ്കളങ്കമായി അള്ളാഹുവിനോടുള്ള അഭിസംബോധനയാണ് എന്ന നിലയിലാണ് നിർവഹിക്കേണ്ടത്. അതുകൊണ്ട് അതിൻ്റെ ആ സുതാര്യമായ ഇടപെടലിന് അത് വിഘ്നം സൃഷ്ടിക്കുന്നു. അതുപോലെ ഭാര്യയുമായി സംസർഗം ചെയ്യാൻ വലിയ ആർത്തിയുള്ള ഒരു സമയമാണെങ്കിൽ, വിശാലമായ സമയമുണ്ടെങ്കിൽ ആ സംസർഗത്തിന് ശേഷം നിസ്കരിച്ചാൽ മതി. ആ ആഗ്രഹത്തോടുകൂടെ നിസ്കരിക്കൽ കറാഹത്താണ് എന്ന് പറയുന്നു. അതുപോലെ ദുഖൂലു സ്വലാത്തി ബിമുദാഫഅത്തി ഹദസിൻ മിൻ ബൗലിൻ ഔ ഗായിത്തിൻ ഔ റീഹിൻ, കാഷ്ടിക്കാനോ മൂത്രിക്കാനോ ഉള്ള അവസ്ഥയിൽ
നിസ്കരിക്കാൻ പാടില്ല, അത് കറാഹത്താണ്. അത് ഒഴിവാക്കൽ സുന്നത്തായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ അതുള്ള അവസ്ഥയിൽ നിസ്കരിക്കുക അത് കറാഹത്താണ്. 42 കറാഹത്തുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒന്നിങ്ങനെ വായിച്ച് എണ്ണി അങ്ങ് പോവാണ്. നല്ല ശക്തമായി ഉറക്കം വരുന്ന സമയമാണ്. ആ സമയത്ത് നമ്മൾ നിസ്കരിക്കുക. അപ്പോൾ 5 മിനിറ്റ് ഉറങ്ങിയിട്ട് നിസ്കരിച്ചാൽ മതി. മറ്റാ നിസ്കാരത്തിൽ എന്താണ് ചെല്ലുന്നത് എന്ന് പോലും അറിയില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ശക്തമായ ഉറക്കം നിൽക്കുന്ന സമയത്ത് നിസ്കരിക്കൽ കറാഹത്താണ്. അൽ-ഇസ്തിനാദു ഇലാ ശൈഇൻ ബിലാ ഉദ്രിൻ, ഒരു കാരണവുമില്ലാതെ ഏതെങ്കിലും ഒരു വസ്തുവിലേക്ക് ചാരിയിരുന്ന് നിസ്കരിക്കുക. ചാരി നിന്നുകൊണ്ടോ അല്ലെങ്കിൽ ചാരി ഇരുന്നു കൊണ്ടോ നിസ്കരിക്കുക. ഒരു മതിലിങ്ങനെ തൊട്ടടുത്തുണ്ടായപ്പോൾ അതിലേക്ക് ഇങ്ങനെ ചാരിയിട്ട് നിൽക്കുക. അല്ലെങ്കിൽ അത്തയ്യാത്തിരിക്കുമ്പോൾ ചുമരിൽ പോയിട്ട് ഇങ്ങനെ ചാരുക. ഇരിക്കുന്ന ആളാണെങ്കിലും ആവശ്യമില്ലാതെ എന്ന് പറയാനുള്ള കാരണം, ചില ആളുകൾക്ക് സ്വന്തമായി നിൽക്കാൻ കഴിയില്ല, ഒരു ഭിത്തിയുടെ സഹായത്തോടു കൂടെ നിൽക്കാൻ കഴിയും എങ്കിൽ അയാൾ അങ്ങനെ നിൽക്കണമെന്നാണ്. മനസ്സിലായോ? ഒരാൾ ഭിത്തിയുടെ സഹായത്തോടു കൂടെ നിൽക്കാൻ പറ്റുമെങ്കിൽ ആ ഭിത്തിയിലേക്ക് ചാരി ഇരുന്ന് അദ്ദേഹം ചാരി നിന്നുകൊണ്ട് ഇങ്ങനെ നിസ്കരിക്കണം. ഒരു കയറ് കെട്ടിയാൽ ആ കയറിൽ ഇങ്ങനെ നിന്നുകൊണ്ട് അയാൾക്ക് നിസ്കരിക്കാൻ പറ്റും എങ്കിൽ അങ്ങനെ നിസ്കരിക്കണം. എത്രത്തോളം നിൽക്കണം എന്നതിൻ്റെ ഗൗരവമാണ് ഇസ്ലാമി കാണിക്കുന്നത്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ, ഒരാൾ ഇങ്ങനെ ബാക്കിൽ താങ്ങി പിടിച്ച് നിന്നാൽ അയാൾക്ക് കൂലി കൊടുക്കേണ്ടി വന്നാലും തിരക്കേടില്ല. അങ്ങനെ നിസ്കരിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെയെങ്കിലും ഒരാൾ നിന്ന് നിസ്കരിക്കണം എന്നാണ്. ഇതിനൊന്നും പറ്റാത്ത ആളുകളാണ് ഇരുന്ന് നിസ്കരിക്കാൻ പാടുള്ളൂ. അൽ-ഖിയാമു അലാ റിജ്ലിൻ വാഹിദത്തിൻ ബിലാ ഉദ്രിൻ, ഒരു കാരണവുമില്ലാതെ ഒറ്റക്കാലിൽ നിന്ന് നിസ്കരിക്കുക. ഒരു കാലം ഇങ്ങനെ പൊക്കി വെച്ചിട്ട്, പൊക്കണമെന്നില്ല, ഒരു കാലുമ മാത്രം ഭാരം കൊടുക്കുക, മറ്റേതിങ്ങനെ, അത് കറാഹത്താണ്. 2 കാലിലും ഭാരം കൊടുത്ത് നിൽക്കണം. ഇൽസാഖുൽ ഖദമൈനി ഫീഹി ബിലാ ഉദ്രിൻ, ഒരു കാരണവുമില്ലാതെ 2 കാലുകളും അടുപ്പിച്ച് വെച്ച് നിസ്കരിക്കുക, അത് കറാഹത്താവുന്നു. ഒരു ചാണിന്റെ അകലം വേണം കാലിൻ്റെ ഇടയിൽ, ഇതിനെ അടുപ്പിച്ച് വെച്ച് നിസ്കരിക്കുക, അത് കറാഹത്താണ്. അതുപോലെ ഇരുന്ന് നിസ്കരിക്കുന്ന ആള്, നായയുടെ ഇരുത്തുണ്ടല്ലോ, കാലിങ്ങനെ മുട്ടുപൊക്കിയിട്ട് അങ്ങനെ നിസ്കരിക്കാം, അത് കറാഹത്ത്. ഞാൻ ഇരിക്കുന്ന ഈ ഇരുത്തം വേണമെങ്കിൽ ഇരിക്കാം, ആദ്യത്തെ അത്തഹിയ്യാത്തിലെ ഇരുത്തം ഇരിക്കാം, അവസാനത്തെ അത്തഹിയ്യാത്തിലെ ഇരുത്തം ഇരിക്കാം, ഈ ഇരുത്തവും വേണമെങ്കിൽ ഇരിക്കാം നിസ്കരിക്കുന്ന ആൾക്ക്. പക്ഷെ നായ ഇരിക്കുന്നത് പോലെ 2 കാലിങ്ങനെ പൊക്കിയിട്ട് ചില ആളുകളൊക്കെ ജുമയ്ക്ക് വരുമ്പോൾ ഇരിക്കും ഇങ്ങനെ. എന്താ ഇരുത്തം? ഇരുന്ന ക്ലാസ് എടുക്കുന്നതുകൊണ്ട് നമുക്ക് പ്രാക്ടിക്കലായി കാണിക്കാനൊക്കെ ഉള്ള അവസരമുണ്ട്. ഇത് കറാഹത്താണ്, അങ്ങനെ ഇരിക്കാൻ പാടില്ല. ഇരുന്ന് നിസ്കരിക്കുന്ന ആളുടെ കാര്യം പറയണ്ടേ. അതുപോലെ സിയാദത്തു ഫീ ജലസത്തിൽ ഇസ്തിറാഹത്തി അലാ അഖല്ലിൽ ജുലൂസി ബൈന സജദതൈനി, 2 സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തം ഇസ്തിറാഹത്തിന്റെ ഇരുത്തത്തെക്കാൾ ദീർഘിപ്പിക്കൽ കറാഹത്താണ്. നമ്മൾ സുജൂദ് കഴിഞ്ഞിട്ട് 1ാമത്തെ റക്അത്തിലെ 2ാമത്തെ സുജൂദും കഴിഞ്ഞ് ഒന്നിങ്ങനെ ഇരുന്നിട്ട് എണീക്കുമല്ലോ, അതിനാണ് ഇസ്തിറാഹത്തിന്റെ ഇരുത്തം എന്ന് പറയുന്നത്. 2ാമത്തെ റക്അത്തിൽ പിന്നെ അത്തഹിയ്യാത്ത് ഉണ്ടാവും. 1ാമത്തെ റക്അത്തിലും 3ാമത്തെ റക്അത്തിലും ഇസ്തിറാഹത്തിന്റെ ഇരുത്തം ഒന്ന് ഇരുന്ന് 2 സുജൂദ് കഴിഞ്ഞിട്ട് ഖിയാമിലേക്ക് എണീക്കുമ്പോൾ ഇസ്തിറാഹത്തിന്റെ ഇരുത്തം ഇല്ലാത്ത ഒരു സ്ഥലമുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ചില ആളുകൾ അവിടെയും ഇസ്തിറാഹത്തിന്റെ ഇരുത്തായിരിക്കും. അവിടെ തിലാവത്തിന്റെ സുജൂദ് നിസ്കാരത്തിൽ വന്നാൽ ആ സുജൂദ് കഴിഞ്ഞിട്ട് എണീക്കുമ്പോൾ ഇസ്തിറാഹത്തിന്റെ ഇരുത്തം ഇല്ല. അവിടെ ടൗൺ ടു ടൗൺ ആണ്, നേരെ ഒരൊറ്റ ലെവലിൽ ഇങ്ങനെ നേരെ അങ്ങോട്ട് എണീറ്റ് പോന്നാൽ മതി. സുജൂദിൽ നിന്ന് തന്നെ കൈ കൊടുത്തിട്ട് ഒറ്റ പൊങ്ങലും ഇങ്ങനെ എണീറ്റ് ഇങ്ങനെ പോന്നാൽ മതി. ഈ നമ്മൾ തറാവിയൊക്കെ നിസ്കരിക്കുമ്പോൾ തിലാവത്തിന്റെ സുജൂദ് ചെയ്യും. ആ തിലാവത്തിന്റെ സുജൂദ് കഴിഞ്ഞാൽ, അവിടെ ഒറ്റ സുജൂദേ ഉള്ളൂ തിലാവത്തിന്റെ സുജൂദ്, ആ സുജൂദ് കഴിഞ്ഞിട്ട് എണീക്കുമ്പോൾ മാത്രം ഇസ്തിറാഹത്തിന്റെ ഇരുത്തം ഇല്ല.
ഇസ്തിറാഹത്തിന്റെ ഇരുത്തം പിന്നെ ദീർഘിപ്പിക്കുന്ന ഒരു സമയമുണ്ട്. അതാണ് ഒരു രൂപം അനുസരിച്ചുള്ള തസ്ബീഹ് നിസ്കാരം. അല്ലേ? തസ്ബീഹ് നിസ്കാരത്തിൽ 2 സുജൂദും കഴിഞ്ഞിട്ട് പിന്നെ ഒന്നെന്ത് ചെയ്യും? ഇസ്തിറാഹത്തിന്റെ ഇരുത്തം ഇരിക്കും. ആ തക്ബീർ ചൊല്ലിയിട്ട് ഇസ്തിറാഹത്തിന്റെ ഇരുത്തം ഇരുന്ന് അതിൽ 10 പ്രാവശ്യം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന് 10 വട്ടം ചൊല്ലിയിട്ട് പിന്നെ നമ്മൾ ഒരു തക്ബീറും ഇല്ലാതെ ഫ്രീ ആയിട്ട് ഇങ്ങനെ എണീറ്റ് വരും. ആ ഒരു ഇരുത്തം മാത്രമാണ് ഇസ്തിറാഹത്തിന്റെ ഇരുത്തം ഒന്ന് ദീർഘിപ്പിക്കുക. അല്ലാത്തതൊക്കെ ജസ്റ്റ് ഒന്ന് ഇരുന്നിട്ട് ആ ഇരുത്തം ഇരിക്കൽ സുന്നത്ത് വേണം. ഒന്നാമത്തെയും മൂന്നാമത്തെയും റക്അത്തുകളിൽ ഇസ്തിറാഹത്തിന്റെ ഇരുത്തം ഇരിക്കൽ സുന്നത്താണ്. ആ ഇരുത്തം സാധാരണയിൽ ഇരുന്ന് ഒരു അടക്കമന് അനങ്ങി പിന്നെ എണീക്കുന്ന അതിനേക്കാൾ കൂടുതലാകാൻ പാടില്ല. അത് ദീർഘിപ്പിക്കൽ കറാഹത്താകുന്നു. സ്വലാത്തുൽ മുൽത്തജിഇ അലൽ ഐസരി ബിലാ ഉദ്രിൻ, കിടന്ന് നിസ്കരിക്കുന്നവൻ വലത്തെ ഭാഗത്തിന് മേൽ കിടന്ന് നിസ്കരിക്കാൻ പറ്റും, എന്നിട്ട് ഇടത്തെ ഭാഗത്തിന് മേൽ നിസ്കരിക്കുക. അത് കറാഹത്താണ്. നിസ്കരിക്കണമല്ലോ, ഇരിക്കാൻ പറ്റില്ലെങ്കിൽ ഇങ്ങനെ കിടക്കണം. കിടക്കുമ്പോൾ കിടക്കേണ്ടത് എങ്ങനെയാണ്? വലതു ഭാഗത്തേക്ക് ചെരിഞ്ഞാണ് കിടക്കേണ്ടത്. അതിന് പറ്റിയിട്ട് ഒരാൾ എന്ത് ചെയ്യുക? ഇടതു ഭാഗത്തിന് മേൽ കിടക്കുക. അത് കറാഹത്താണ്. ഒരു കാരണവുമില്ലാതെ ഊരക്ക് കൈ കൊടുത്ത് നിസ്കരിക്കൽ കറാഹത്താണ്. അങ്ങനെ ഊരക്ക് കൈ കൊടുത്തുകൊണ്ടാണ് പിശാച് സ്വർഗത്തിൽ നിന്ന് ഇബ്ലീസ് ഇറങ്ങി വന്നതെന്നാണ്. ഊരക്ക് ഇങ്ങനെ കൈ കൊടുത്തുകൊണ്ട് പിശാച് ഇറങ്ങി വന്ന രൂപം അങ്ങനെയായിരുന്നു എന്നാണ്. അതുകൊണ്ട് നിസ്കരിക്കുമ്പോൾ ഊരക്ക് കൈ കൊടുത്ത് നിൽക്കൽ കറാഹത്താണ്. ഉപേക്ഷിക്കൽ കറാഹത്താണ്. സൂറത്തിനെ ഉപേക്ഷിക്കലും കറാഹത്താണ്. ഇതൊക്കെ ഇന്നലെ നമ്മൾ പറഞ്ഞു ഐഹാത്ത് സുന്നത്തിൽ പെട്ടതാണ്. ഉപേക്ഷിച്ചതിന്റെ പേരിൽ സഹവിന്റെ സുജൂദ് ചെയ്ത് വീണ്ടെടുക്കാൻ കഴിയില്ല. അപ്പൊ എല്ലാ റക്അത്തിലും ഫാത്തിഹയ്ക്ക് മുമ്പ് അഊദു ഓതൽ സുന്നത്താണ്. എല്ലാ റക്അത്തിലും 4 റക്അത്തിലുള്ള ആദ്യത്തെ 2 റക്അത്തിൽ സൂറത്ത് ഓതൽ സുന്നത്താണ്. ളുഹർ 4 റക്അത്ത് ഒരാൾ ഒന്നിച്ച് നിസ്കരിക്കുകയാണെങ്കിൽ ആദ്യത്തെ 2 റക്അത്തിൽ മാത്രമേ എന്ത് കിട്ടൂ? സൂറത്ത് കിട്ടുള്ളൂ. പക്ഷെ അത് പിരിച്ച് നിസ്കരിച്ചാൽ പിന്നീട് 2 റക്അത്തിലും കൂടി എന്ത് കിട്ടും? സൂറത്ത് കിട്ടും. മനസ്സിലായോ പറഞ്ഞത്? ളുഹർ 4 റക്അത്ത് ഒന്നിച്ച് നിസ്കരിക്കുകയാണെങ്കിൽ ആദ്യത്തെ 2 റക്അത്തിൽ മാത്രം സൂറത്ത് കിട്ടും. പക്ഷെ സലാം കൊണ്ട് 2 റക്അത്ത് വേറെ പിരിച്ച് പിന്നെ 2 റക്അത്ത് നിസ്കരിക്കുകയാണെങ്കിൽ ആദ്യത്തെ 2 റക്അത്ത് പിന്നെ 4 റക്അത്തിലും അയാൾക്ക് എന്ത് കിട്ടും? സൂറത്ത് കിട്ടും. തസ്ബീഹ് നിസ്കാരമാണെങ്കിലും അങ്ങനെയാണ്. തസ്ബീഹ് നിസ്കാരം 4 റക്അത്തായി ഒന്നിച്ച് നിസ്കരിക്കാം, ഈ രണ്ടായിട്ട് നിസ്കരിക്കാം. ഈ രണ്ടായി നിസ്കരിക്കുമ്പോൾ എല്ലാ റക്അത്തിലും സൂറത്ത് കിട്ടും. ഒന്നിച്ച് നിസ്കരിക്കുമ്പോൾ ആദ്യത്തെ 2 റക്അത്തിൽ മാത്രമേ കിട്ടൂ. അതേസമയം മഅ്മൂമായ ആള് മസ്ബൂക്കായി തുടരുമ്പോൾ ഇമാമിന്റെ ആദ്യത്തെ 2 റക്അത്ത് കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നീടുള്ള 2 റക്അത്ത് നിസ്കരിക്കുമ്പോൾ അയാൾക്ക് സൂറത്ത് ഓതൽ സുന്നത്തുണ്ട്. അങ്ങനെയാണ്. അതുപോലെ തഖ്ദീമു സൂറത്തി അതിൽ ഫാത്തിഹ 13ാമത്തേത്. ഫാത്തിഹയേക്കാൾ സൂറത്ത് മുന്തിക്കൽ കറാഹത്താണ്. ഫാത്തിഹ ഓതിയിട്ടേ സൂറത്ത് ഓതാവൂ. ഖിറാഅത്ത് മഅ്മൂമിൻ സമിഅ ഖിറാഅത്ത് ഇമാമി സൂറ, ഇമാമിന്റെ സൂറത്ത് പാരായണം ചെയ്യുന്നത് മഅ്മൂമ കേൾക്കുന്നുണ്ട്. ആ സമയത്ത് മഅ്മൂമ സൂറത്ത് ഓതൽ കറാഹത്താണ്. ഇമാമിന്റെ ഖിറാഅത്ത് കേൾക്കുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളത് കേൾക്കല്ലേ വേണ്ടത്. ഇമാമിന്റെ സൂറത്ത് കേൾക്കാത്ത ളുഹർ നിസ്കാരത്തിന് അസർ നിസ്കാരത്തിന് നമുക്ക് സൂറത്ത് ഓതൽ സുന്നത്തുണ്ട്. മഗ്രിബ് ഇശാ സുബ്ഹി ഇത് ജഹരിയായ ഉറക്കി ഓടുന്ന നിസ്കാരമാണ്. അപ്പൊ ഇമാമിന്റെ ശബ്ദം നമ്മൾ കേൾക്കും. അപ്പൊ പിന്നെ നമ്മൾ സൂറത്ത് ഓതേണ്ട ആവശ്യമില്ല, അതിങ്ങനെ കേട്ടിരിക്കുക. ഇദാ ഖുരിഅൽ ഖുർആനു ഫസ്തമിഉ ലഹു വഅൻസിതു ലഅല്ലകും തുർഹമൂൻ. ഖുർആൻ ഓതുമ്പോൾ നിങ്ങൾ ഇങ്ങനെ കേട്ടിരുന്നോളൂ, അല്ലാഹു തആല റഹ്മത്ത് ചെയ്യുന്നു ഖുർആൻ. ഇതിന്റെ അടിസ്ഥാനത്തിൽ മഹാനായ ശാഫി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇമാം ഖുർആൻ ഓതുമ്പോൾ മഅ്മൂമീങ്ങൾ കേട്ടിരിക്കുകയാണ് വേണ്ടത്. ഹനഫി മദ്ഹബിൽ പിന്നെ എല്ലാം കേട്ടാൽ മതി, ഒന്നും ചെല്ലണ്ട മഅ്മൂമീങ്ങൾ, അങ്ങനെ കേട്ടിങ്ങനെ നിന്നാൽ മതി. ശാഫി മദ്ഹബിൽ അങ്ങനെയല്ല, ഫാത്തിഹ മഅ്മൂമീങ്ങൾ ഓതണം.
അതുകൊണ്ട് തന്നെ ശാഫിഈ മദ്ഹബുകാർക്ക് ഹനഫി മദ്ഹബുകാരോടൊപ്പം ഒരിക്കലും ജുമാ നിസ്കരിച്ചാൽ സഹീഹാവുകയില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വേറെയുള്ള നിസ്കാരങ്ങളിലെല്ലാം നമുക്കൊരു കോംപ്രമൈസ് ഉണ്ടായാലും ഹനഫിക്കാരോട് ഷാഫിക്കാർ ജുമാ തുറന്ന് നിസ്കരിച്ചാൽ ആ നിസ്കാരം സഹീഹാവുകയില്ല. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്ന്, അവർക്ക് ഖുതുബ എന്ന് പറഞ്ഞാൽ ഒരു ദിക്റാണ്. നമ്മളെ പറഞ്ഞതുപോലെ 5 റുക്നുകളൊന്നും ഖുതുബയിൽ അവർക്കില്ല. ഒരു ദിക്റായാൽ മതി, എന്നാൽ ഖുതുബയായി. നമുക്കത് പറ്റൂല. ഹംദ് വേണം, സ്വലാത്ത് വേണം, വസിയ്യത്തും ബി തഖ്വ വേണം, ഒരായത്ത് വേണം, മുഅ്മിനീങ്ങൾക്കുള്ള ദുആ വേണം, എന്നാലേ ഖുതുബയാകൂ. ഇങ്ങനെയൊന്നും റുക്നുകൾ ഷർത്തില്ല ഹനഫിക്കാരുടെ ഖുതുബക്ക്. മാത്രമല്ല, അവർക്ക് ഫാത്തിഹ തന്നെ ഓതണമെന്നില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഹനഫി മദ്ഹബിനോടൊപ്പം ശാഫിക്കാര് ജുമായിൽ പങ്കെടുക്കാൻ പാടില്ല. ഏതായിരുന്നാലും ഇമാമിന്റെ ഖിറാഅത്ത് കേൾക്കുന്ന മഅ്മൂമിങ്ങൾ സൂറത്ത് ഓതാൻ പാടില്ല. 15-ാമത്തേത് ശുറൂഉ ബിൽ ഫാത്തിഹത്തി ഖബ്ലൽ ഇമാമി ഫിൽ ഉലൈനി. ഇമാം ഫാത്തിഹ ഓതുന്നതിന്റെയും മുമ്പ് മഅ്മൂം ഫാത്തിഹ ഓതൽ കറാഹത്താണ്. ഇമാം ഫാത്തിഹ ഓതുന്നതിന്റെ മുമ്പ് മഅ്മൂമിങ്ങൾ എന്ത് ചെയ്യുക? ഫാത്തിഹ ഓതുക. ഇത് കറാഹത്താണ്. വലൗഫിസ്സരിയ, അത് പതുക്കെ ഓതുന്ന നിസ്കാരത്തിലാണെങ്കിൽ പോലും ഇമാമിന്റെ ഒരു ഫാത്തിഹ ഇങ്ങനെ ഓതി തീർന്നു എന്നൊരു കോൺസെപ്റ്റിൽ എത്തിയിട്ട് വേണം. അത് തീർന്നിട്ട് വേണമെന്നല്ല, അത് തീരുന്നതിന്റെ മുമ്പ് നമ്മൾ തീർക്കരുത്. ഇത് കറാഹത്താണ്. അതുപോലെ 17-ാമത്തേതിൽ മുബാലഗത്തു ഫിൽ ജഹ്രിൽ മത്ലൂബി ബിഹൈസു യുശവ്വിശു അലാ നായിമിൻ ഔ മുസല്ലിൻ മാ ലം യസ്തദ്ദ തശ്വീശു ഫയഹ്റുമു. ഉറങ്ങുന്നയാൾക്കോ നിസ്കരിക്കുന്ന ആൾക്കോ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിധത്തിൽ ഉറക്കയാക്കാൻ പാടില്ല. നിസ്കരിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ഉറങ്ങുന്ന ആളുകൾക്ക് കൺഫ്യൂഷൻ ആകുന്ന വിധത്തിൽ, ബുദ്ധിമുട്ടാകുന്ന വിധത്തിൽ ഉറക്കയാക്കുമ്പോൾ തന്നെ അമിതമായി ഉറക്കയാക്കാൻ പാടില്ല. അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകുകയും വിഷമം വർദ്ധിക്കുകയും ചെയ്യുമ്പോൾ ഹറാമാകുമെന്ന് ഫുഖഹാവ് പറയുന്നു. അൽ-ഇഖ്തിസാറു അലാ അഖല്ലി റുക്ഉഇ, അഖല്ലു റുക്ഉഇന് മേൽ ചുരുക്കി നിർവഹിക്കൽ ഖറാഅത്താണ്. അതായത് റുക്ഉയിലേക്ക് പോയിട്ട് ഒരു തസ്ബീഹ് ഇല്ല, എണീക്കുക. സുജൂദിലേക്ക് പോയിട്ട് ഒരു തസ്ബീഹ് ഇല്ല, എണീക്കുക. അതൊക്കെ ഖറാഅത്താണ്. 3 എണ്ണം ചൊല്ലണം. ഇമാം ആകുമ്പോൾ 3-നേക്കാൾ വർദ്ധിപ്പിക്കലും ഖറാഅത്താണ്. അത് വരുന്നുണ്ട്. ഒറ്റക്ക് നിസ്കരിക്കുന്ന ആള് അല്ലെങ്കിൽ ഇമാമായാലും ഒറ്റ തസ്ബീഹിന്റെ മേൽ ചുരുക്കി നിർവഹിക്കുക. സുബ്ഹാന റബ്ബിയൽ അലീം ബിഹംദിഹി മാത്രം, അല്ലെങ്കിൽ സുബ്ഹാന റബ്ബിയൽ അഅല ബിഹംദിഹി ഒന്ന് മാത്രം പറയാം. അത് കറാഹത്താണ്. എന്നാൽ സിയാദത്തു ഇമാമിൻ ഗൈരി മൗദൂഇൻ അദ്ദിക്റ ഫീഹിമാ അലാ 3 തസ്ബീഹാത്തിൻ, ഇമാമാകുമ്പോൾ സമ്മതമില്ലാത്ത ഇമാം 3 തസ്ബീഹിനേക്കാൾ വർദ്ധിപ്പിക്കാനും പാടില്ല. അത് കറാഹത്താണ്. ഇമാമ നേരത്തെ കുറെ ഇഖ്ലാസ് കൂട്ടരുത്. 3 തസ്ബീഹിനേക്കാൾ കൂടുതൽ ചെല്ലണമെങ്കിൽ മഅ്മൂമിങ്ങളോട് പെർമിഷൻ വാങ്ങണമെന്ന് പറഞ്ഞത്. തിരക്കില്ല. 4-5 മഅ്മൂമിങ്ങൾ മാത്രമുള്ള ഒരു പള്ളിയാണ്. 4 പുതിയ പള്ളി എന്ന് പറഞ്ഞ മതി. എന്നും ആ ഇമാമും ഉണ്ടാവും, എന്നും ആ മഅ്മൂമും ഉണ്ടാവും. അതിനേക്കാൾ കൂടുമില്ല, കുറയില്ല. അവർക്ക് ഇനി എത്ര നിസ്കരിച്ചാലും ബുദ്ധിമുട്ടുമില്ല. നിങ്ങൾ എങ്ങനെ നിസ്കരിച്ചാലും ഞങ്ങൾ അങ്ങനെ നിസ്കരിക്കാൻ റെഡിയാണെന്ന് പറഞ്ഞ മഅ്മൂമിങ്ങളാണ്. എങ്കിൽ പിന്നെ തസ്ബീഹ് നീട്ടുകയാണെങ്കിൽ 11 തസ്ബീഹ് വരെ ചെല്ലാം എന്നാണ്. അത് അക്മലായ രൂപം. റുക്കൂയിലും സുജൂദിലും പരമാവധി 11 തസ്ബീഹ് വരെ ചെല്ലാം. എന്നാൽ ഇമാമ്, ഇതുപോലെയുള്ള പൊതുവായ ജമാഅത്തിന്റെ ഇമാമ് 3-നേക്കാൾ കൂട്ടാൻ പാടില്ല. അത് കറാഹത്താണ്. അതിന് മഅ്മൂമിങ്ങളുടെ സമ്മതം വേണം. അതുപോലെ മുതുക് ഇങ്ങനെ റുക്കൂയിൽ എന്ത് ചെയ്യണം? ഒരു പലക പോലെ നിൽക്കണം. അതിന് തല ഇങ്ങനെ താഴ്ത്തലും കറാഹത്താണ്, തല ഇങ്ങനെ പൊക്കലും കറാഹത്താണ്. തലയും മുതുകും ഇങ്ങനെ വടിവത്ത രൂപത്തിൽ നിൽക്കണം. അതാണ്. ഒക്കെ ചെയ്താൽ അതിന് മാത്രം കൂലി ഉണ്ടാവും.
മുഖാലഫത്തു തർതീബിൽ മശ്റൂഇ ഫീ വദഇ അലാഇ സുജൂദി. സുജൂദിന്റെ അവയവങ്ങളിൽ വെക്കാൻ ഒരു ഓർഡർ ഉണ്ട്. സുജൂദിലേക്ക് പോകുമ്പോൾ ഒരു ഓർഡർ ഉണ്ട് അവയവങ്ങൾ വെക്കാൻ. ആദ്യം കാലം എന്തായാലും കുത്തിയിട്ടുണ്ടാവും, അത് ഉറപ്പാണല്ലോ, അങ്ങനെയല്ല നിൽക്കുന്നത്. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? മുട്ട് കുത്തണം, പിന്നെ കൈ കുത്തണം, പിന്നെയാണ് നെറ്റിയും മൂക്കും കുത്തേണ്ടത്. ചില ആളുകളെങ്കിലും എന്ത് ചെയ്യും? ആദ്യം തന്നെ പോയിട്ട് കൈയാണ് കുത്തും, എന്നിട്ട് പിന്നെ മുട്ട് കുത്തും, എന്നിട്ട് പിന്നെ നെറ്റിയും മുഖവും കുത്തും. അത് സുജൂദിൽ പറയപ്പെട്ട ക്രമീകരണത്തിനെതിരാണ്. അത് കറാഹത്താണ്. നിർവാഹമില്ലാത്ത ആളുകളുണ്ടാവും, അവരെ കുറിച്ചല്ല പറയുന്നത് കേട്ടോ. ആരോഗ്യവാനായ ഒരാളെ സംബന്ധിച്ചിടത്തോളം കാലിന് ശേഷം ആദ്യം മുട്ട് വെക്കണം. സുജൂദിലേക്ക് പോകുമ്പോൾ കൈ വെക്കേണ്ടത് ഇവിടെയാണെന്നാ, തുടയുടെ മേലിൽ. തുടയുടെ മേലിൽ വെച്ച് മുട്ട് കുത്തി, പിന്നെ കൈകൊട്ടി, പിന്നെ രണ്ടും കൂടി ഒന്നിച്ച് സുജൂദ് ചെയ്യണം. ഇതിനെതിരെ ചെയ്യുക എന്നത് കറാഹത്താവുന്നു. അതുപോലെ ആദമ വദഇൽ അംഫി ഫി സുജൂദി, സുജൂദിൽ മൂക്ക് വെക്കാതിരിക്കൽ കറാഹത്താണ്. നെറ്റി മാത്രം, തല മാത്രം ഇങ്ങനെ കൊണ്ടുപോയി കുത്തുന്നുണ്ട്, മൂക്ക് കുത്തുന്നില്ല, അത് കറാഹത്താണ്. മൂക്ക് വെക്കണം എന്ന് പറഞ്ഞ ആളുകളുണ്ട് മദ്ഹബിൽ. മൂക്ക് വെക്കൽ നിർബന്ധമാണ് എന്ന് പറഞ്ഞ ആളുകളുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ മദ്ഹബിൽ അത് വെക്കാതിരിക്കൽ കറാഹത്തായത്. അൽ ഖുനൂത്ത് ഫീ സ്വലാത്തിൽ ലം യുശ്റഅ ഫീഹാ, ഖുനൂത്തില്ലാത്ത നിസ്കാരത്തിൽ ഖുനൂത്ത് ഓതൽ കറാഹത്താണ്. ഓരോ നിസ്കാരത്തിൽ ഒരാൾ ഖുനൂത്ത് ഓതി എന്ന് വിചാരിച്ച് നിസ്കാരം ബാത്തിലാവൊന്നുമില്ല, പക്ഷെ അത് കറാഹത്താണ് ചെയ്തത്. നാസിലത്തിന്റെ ഖുനൂത്തല്ല പറയണത് കേട്ടോ. വിപത്തുകൾ ഇറങ്ങിയാൽ 5 വക്തിലും ഖുനൂത്ത് ഓതാം, അത് വേറെ വിഷയം. വിപത്തുകൾ ഇറങ്ങുമ്പോൾ 5 വക്തിലും ഖുനൂത്ത് ഓതാം, ജുമുഅക്കും ഖുനൂത്ത് ഓതാം. നമ്മൾ ഓതിയിട്ടുണ്ടല്ലോ പലപ്പോഴും, അല്ലേ? അതേസമയം ശറഈ അല്ലാത്ത ഈ സുബൈക്ക് ഓതുന്ന ഖുനൂത്ത് ബാക്കിയുള്ള നിസ്കാരങ്ങളിൽ ഓതുക, പ്രത്യേകിച്ച് കാരണങ്ങൾ, നാസിലത്തിന്റെ ഖുനൂത്ത് അല്ലാതെ, അത് ഖറാഅത്താണ്. അദ്ദുആഉ ബഅദ തശഹ്ഹുദിൽ അവ്വലി, ഒന്നാമത്തെ അത്തഹിയ്യാത്തിന് ശേഷം മസീഹു ദജ്ജാലിന്റെ ദുആ ദ്വാരക്കുക കറാഹത്താവുന്നു. ഒന്നാമത്തെ അത്തഹിയ്യാത്ത് നമ്മൾ പറഞ്ഞില്ലേ, അത്തഹിയ്യാത്ത് കഴിഞ്ഞാൽ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്, അത് മാത്രം മതി. വാലിഹി പോലും പറയാൻ പാടില്ല. അപ്പൊ ഒന്നാമത്തെ അത്തഹിയ്യാത്ത് ചൊല്ലി സ്വലാത്ത് ചൊല്ലിയിട്ട് പിന്നെ ദ്വാരക്കുക, അല്ലാഹുമ്മ ഗഫിർ ലി മാ ഖദ്ദംതു വമാ അഖർതു എന്ന് പറഞ്ഞ ദുആ ഒന്നാമത്തെ അത്തഹിയ്യാത്തിൽ വേണ്ട, അത് കറാഹത്താണ്. ഇത്വാലത്തു തശഹ്ഹുദിൽ അവ്വലി മാ ലം യഫ്റുഗ ഹൈതു ലം യഫ്റുഗ മിൻഹു ഖബ്ല ഇമാമിഹി ഫയദഉ ഹീനഇദിൻ. എന്നാൽ ഒന്നാമത്തെ അത്തഹിയ്യാത്തിൽ നമ്മൾ ചൊല്ലിയിട്ട് നമ്മുടെ അത്തഹിയ്യാത്ത് കഴിഞ്ഞപ്പോൾ ഇമാമിന്റെ അത്തഹിയ്യാത്ത് കഴിയുന്നില്ലെങ്കിൽ നമുക്ക് ആ ദുആ ദ്വാരക്കാം, അത് വേറെ കാര്യം. നമ്മളിന്നലെ പറഞ്ഞിരുന്നു അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് എന്ന് പറഞ്ഞ് നമ്മൾ നിർത്തിയിട്ടും മുപ്പരത് എന്ത് ചെയ്യുന്നില്ല, ഇമാമിന്റെ കഴിയുന്നില്ല. നമുക്ക് അല്ലാഹുമ്മ ഗഫിർ ലി മാ ഖദ്ദംതു വമാ അഖർതു എന്ന് പറഞ്ഞ് ദുആ ചെയ്യാം, അതിന് കുഴപ്പമില്ല. സിയാദത്തു ദുആഇൽ ഇമാമി ഇത്വാലത്തു തശഹ്ഹുദിൽ അവ്വലി, ഒന്നാമത്തെ അത്തഹിയ്യാത്ത് സുദീർഘമാക്കുക, അത് കറാഹത്താണ്. അൽ ഇശാറത്തു ബിൽ ഇസ്റാ ഇൻദ ഖൗലിഹി ഇല്ലല്ലാഹ്, അത്തഹിയ്യാത്തിൽ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ വലത്തെ കൈയിന്റെ ചൂണ്ടുവിരൽ ഉയർത്തുന്നതിന് പകരം ഇടത്തെ കൈയിന്റെ ചൂണ്ടുവിരൽ ഉയർത്തൽ കറാഹത്താണ്. കാരണം ഇടത്തെ കൈയിന്റെ വിരലുകൾക്ക് ജോലിയുണ്ട്, എന്താ ചെയ്യേണ്ടത്? അതിങ്ങനെ ഇടത്തെ മുട്ടിന്റെ മേലിൽ ഇങ്ങനെ വെക്കണമെന്ന് അതിന്റെ കാര്യം. അതേസമയം ബാങ്ക് കൊടുക്കുന്ന മുഅദ്ദിന് ചൂണ്ടുവിരലില്ലെങ്കിൽ നടുവിരൽ ഉപയോഗിച്ചോട്ടെ എന്ന് പറയുന്നുണ്ട്. കാരണം എന്താ? ബാക്കിയുള്ള വിരലുകൾക്ക് പ്രത്യേക ജോലിയില്ല. അപ്പൊ അത്തഹിയ്യാത്ത് ഓതുന്ന ആൾക്ക് വലത്തെ ചൂണ്ടുവിരലില്ല എങ്കിൽ ഇടത്തെ ചൂണ്ടുവിരൽ ഉപയോഗിക്കുക, അത് പാടില്ല, കറാഹത്ത. വലത്തെ ചൂണ്ടുവിരലില്ലെങ്കിൽ വേണ്ട. ബാക്കിയുള്ള വിരലുകൾ എങ്ങനെ വെക്കണമെന്നുള്ളതിന് ഹദീസിൽ പ്രത്യേകം വാരിതായിട്ടുണ്ട്, അതുപോലെ തന്നെ വെക്കണം. പിന്നെയോ തർക്കു ദുആഇ ബഅദ തശഹ്ഹുദിൽ അഖീരി, അവസാനത്തെ അത്തഹിയ്യാത്തിന് ശേഷം മസീഹു ദജ്ജാലിന്റെ ദുആ ഉപേക്ഷിക്കലും കറാഹത്താവുന്നു. അതോ നമ്മൾ സുന്നത്ത് നിസ്കരിക്കുമ്പോൾ ഇത് ചൊല്ലുമോ? സുന്നത്ത് നിസ്കരിക്കുമ്പോൾ മസീഹു ദജ്ജാൽ വരെ ചെല്ലലുണ്ട് ആരെങ്കിലും? ചെല്ലണം. പക്ഷെ അതിന് ഞാനൊരു വിളവ് പറഞ്ഞുതരാം. അവസാനത്തെ ദുആ 2 ഹദീസിൽ വന്ന ദുആയാണ്.
അല്ലാഹുമ്മ ഗ്ഫിർ ലി മാ ഖദ്ദംതു വമാ അഖർതു വമാ അസ്റർതു എന്ന് പറഞ്ഞു തുടങ്ങുന്നത് ഒരു ഹദീസ്. പിന്നെ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്രി വമിൻ അദാബിൻ നാരി വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത് വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ എന്ന് പറയുന്നത് വേറൊരു ഹദീസിലും കൂടി വന്നതാണ്. അപ്പൊ നമുക്ക് ഇത് ഫുള്ളായിട്ട് ചെല്ലാൻ സമയമില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഈ രണ്ടാമത്തതെങ്കിലും ചെല്ലുക. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്രി വമിൻ ഫിത്നത്തിൽ അന്നാരി വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത് വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ എന്ന് പറയുന്ന ഈ ദുആ ചെയ്യുക. സുന്നത്ത് നിസ്കാരത്തിലാണെങ്കിലും ഫർദ് നിസ്കാരത്തിലാണെങ്കിലും തറാവീഹിലാണെങ്കിലും വിത്റിലാണെങ്കിലും എല്ലാത്തിലും ഇത് വേണം. അപ്പൊ അത്തഹിയ്യാത്ത് കഴിഞ്ഞ് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ ആലിഹി സലാം വിട്ടാൻ പോകുന്ന അത്തഹിയ്യാത്തിൽ ഇത് വേണമല്ലോ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ ആലിഹി എന്നെങ്കിലും പറഞ്ഞിട്ട് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്രി എന്ന് പറഞ്ഞ മസീഹ് ദജ്ജാൽ വരെ ചൊല്ലിയാൽ ആ ഖറാഅത്ത് ഒഴിവായി. സാധാരണ നഷ്ടപ്പെട്ടു പോകുന്ന കാര്യമാണ്. ചിലരൊക്കെ ഒഴിവാക്കും. അതുപോലെ പിന്നെ വജ്ഹത്ത് ഒഴിവാക്കും, സൂറത്ത് ഒഴിവാക്കും, ഈ പറയുന്ന ദുആയും ഒഴിവാക്കും. അപ്പോൾ 4 ഖറാഅത്ത് ചുരുങ്ങിയത് നിസ്കാരത്തിൽ ഉണ്ടാവും. വജ്ഹത്ത് ഓതാൻ സമയമില്ലെങ്കിൽ അവിടെയും ഒരു ചെറിയ ദുആ പറയാം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക എന്ന് പറയുന്ന ഈ ചെറിയ ദുആ വജ്ഹത്തിന് പകരം ചൊല്ലിയാൽ ഖറാഅത്ത് ഒഴിവായി. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അല്ലാഹു അക്ബർ എന്ന് പറയുന്ന തക്ബീർ കെട്ടിയിട്ട് സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക എന്ന് മാത്രം പറഞ്ഞാൽ തന്നെ വജ്ഹത്ത് ഓതിയതിന്റെ അടിസ്ഥാന കൂലി ലഭ്യമാകുമെന്ന് ഇമാം നബവി റളിയല്ലാഹു അൻഹു അദ്കാറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതും പറ്റും. ഒരുപാട് ദുആകൾ വന്നിട്ടുണ്ട്. അല്ലാഹുമ്മ ബാഇദ് ബൈനി വബൈന ഖത്വായായ കമാ ബാഅദ്ത ബൈനൽ മശ്രിഖി വൽ മഗ്രിബ് اللهم اغسلني من خطاياي كما يغسل الثوب بالماء والثلج والبرد اللهم نقني من خطاياي كما ينقى الثوب الابيض من الدنس. ഇതൊക്കെ ഹദീസിൽ വന്ന വജ്ഹത്തുന് പകരമായി ചൊല്ലിയ ഹദീസുകളിൽ വ്യത്യസ്ത റിപ്പോർട്ടുകളിൽ കാണുന്ന ദുആകളാണ്. അപ്പൊ സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക എന്ന് പറയുന്ന ഈ ദുആയെങ്കിലും ചുരുങ്ങിയത് നമ്മൾ നിർവഹിക്കണം. അപ്പൊ ആ ഖറാഅത്ത് ഒഴിവായി. അത് നമുക്ക് ചൊല്ലാം, അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അപ്പൊ ആ ഖറാഅത്ത് ഒഴിവായി. സൂറത്ത് എന്തെങ്കിലും ഒരു ചുരുങ്ങിയതൊരു ബിസ്മിയെങ്കിലും ചൊല്ലുക. സൂറത്ത് പൂർണ്ണമായി ഓതിയില്ലെങ്കിൽ ഒരു ബിസ്മിയെങ്കിലും ചൊല്ലിയാൽ അടിസ്ഥാന കൂലി കിട്ടും. പിന്നെ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്രി വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത്ത് എന്ന് പറയുന്ന ഈ ദുആ അവസാനം വരെ രണ്ടാമത്തെ ഹദീസിൽ വന്ന ആ ദുആ നാം നിർവഹിക്കുമ്പോൾ ആ ഖറാഅത്തും ഒഴിവായി കിട്ടും. അതുപോലെ അൽഇൽതിഫാത്തു ബിവജ്ഹിഹി ബിലാ ഹാജ ആവശ്യമില്ലാതെ മുഖം കൊണ്ട് തിരിഞ്ഞു നോക്കൽ ഖറാഅത്താകുന്നു. റഫഉൽ ബസരി ഇലസ് സമാഇ ആകാശത്തിലേക്ക് കണ്ണു നോക്കൽ ഹറാമാണ്. കണ്ണിങ്ങനെ ആകാശത്തേക്ക് ഉയർത്തുക. നിസ്കാരത്തിന് നോക്കേണ്ടത് എപ്പോഴും സുജൂദിന്റെ മഹല്ലിലേക്കാണ്. മയ്യത്ത് നിസ്കാരത്തിലാണെങ്കിൽ പോലും അങ്ങനെയാണ് ചെയ്യേണ്ടത്. നമ്മൾ പറഞ്ഞല്ലോ. പിന്നെ മയ്യത്ത് നിസ്കാരത്തിൽ അടുത്ത് നിൽക്കണമെന്നുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ തീരെ പള്ളിയിൽ കയറാത്ത ആൾ ചിലപ്പോൾ ബാപ്പ മരിച്ചുമ്പോഴായിരിക്കും പള്ളിയിൽ കയറേണ്ടത്. അപ്പൊ ഈ അടുത്ത് നിൽക്കുമ്പോൾ മനസ്സിലാവും ഇതെന്തോ ഒരു പ്രത്യേക നിസ്കാരമാണ് കേട്ടോ. ഉണ്ടല്ലോ, കുറെ കാലമായിട്ട് നിസ്കരിക്കുന്നില്ല, വാപ്പ മരിച്ചപ്പോഴാണ് എന്തേത് ഒരാൾ പള്ളിയിൽ വന്നത്. അപ്പൊ മയ്യത്ത് നിസ്കാരത്തിന് ശേഷം എന്നെ ചോദിക്കുക, അല്ലടോ പണ്ട് കുനിയലും നേരിലൊക്കെ ഉണ്ടായിരുന്നല്ലോ, അപ്പൊ അതൊക്കെ എടുത്ത് ഒഴിവാക്കി വന്നു. അപ്പൊ മറ്റോ കുറച്ച് ബുദ്ധിയുള്ളൂ. ഞാൻ പറഞ്ഞു കൊറോണ വന്നതിന് ശേഷം പിന്നെ അതൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചു എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞ അതേതായാലും നന്നായി, നല്ല തീരുമാനം കേട്ടോ. എങ്ങനെയുണ്ട്? അപ്പൊ ഇതുപോലെ നിസ്കാരത്തിൽ തീരെ പരിചയമില്ലാത്ത ആളുകൾക്ക് എന്താവും, ഇങ്ങനെ അടുത്ത് നിൽക്കുമ്പോൾ ഇതെന്തോ ഒരു അസാധാരണ നിസ്കാരമാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ അവിടെ സുന്നത്ത് ഒഴിവാകും, അത് വേറെ കാര്യം. പിന്നെ الصلاة على النبي صلى الله عليه وسلم بعد أدعية التشهد الأخير അവസാനത്തെ ദുആ കഴിഞ്ഞിട്ട് പിന്നെ നബി തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലൽ ഖറാഅത്താവുന്നു. സ്വലാത്ത് മുമ്പ് ചൊല്ലണ്ടേ, എന്നിട്ടല്ലേ ദുആ. മസീഹ് ദജ്ജാലിന്റെ ദുആ അവസാനാണ്, അതിന്റെ മുമ്പ് സ്വലാത്ത് ചൊല്ലണം. അപ്പൊ ദുആക്ക് ശേഷം പിന്നെ സ്വലാത്ത് ഇല്ല, അത് ഖറാഅത്താണ്.
زيادة دعاء الإمام بعد التشهد الأخير عن قدر أقل التشهد والصلاة അത്തഹിയാത്തും ശേഷമുള്ള സ്വലാത്തും ചൊല്ലിയാൽ കിട്ടുന്ന സമയത്തേക്കാൾ കൂടുതൽ ദുആക്ക് വേണ്ടി ഇമാം സമയം ഉപയോഗിക്കരുത്. അത് ഖറാഅത്താണ്. പറഞ്ഞ മനസ്സിലായോ? നിസ്കാരത്തിൽ ഇപ്പൊ എന്ത് ദ്വാരക്കാലോ, അറിവുള്ള ആളുകൾക്ക്, അറബി അറിയാവുന്ന ആളുകൾക്ക് എന്ത് ദ്വാരക്കാം. അറബി അറിയാത്ത ആളുകൾക്കും ദ്വാരുന്നുണ്ട് നിസ്കാരത്തിൽ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന അല്ലാഹുമ്മ ജഅൽനി മിനൽ തവ്വാബീന വജഅൽനി മിനൽ മുതത്വഹിരീന വജഅൽനി മിൻ ഇബാദിക സ്വാലിഹീൻ. കിട്ടുന്ന ദ്വാരക്കാലോ അറബിയിലാണെന്നേ ഉള്ളൂ. പക്ഷെ ഇമാമാകുമ്പോൾ ഈ അത്തഹിയാത്തും ശേഷമുള്ള സ്വലാത്തും ഇത്ര മാത്രമേ ദുആക്ക് സമയം വരാവൂ. ഈ അത്തഹിയാത്തും സ്വലാത്തും കൂടി കൂട്ടിയാൽ എത്ര ഉണ്ട്? അതിനേക്കാൾ കൂടുതൽ ദുആക്ക് വേണ്ടി ഇമാമ സമയം വിനിയോഗിക്കാൻ പാടില്ല. കറാഹത്താണ്. ചില ഇമാമികൾ വളരെ ശ്രദ്ധിക്കണം. ചില ഇമാമികളൊക്കെ സുജൂദിലൊക്കെ എത്രയാണ്, നമ്മൾ 7 ചൊല്ലിയാലും 8 ചൊല്ലിയാലും മൂപ്പര് എണീറ്റ് കിട്ടൂല. വലിയ ഇഖ്ലാസ് കാണിക്കാൻ പാടില്ല. പൊതുവായ ജമാഅത്തിലെ ഇമാമികൾ 3 തസ്ബീഹിനേക്കാൾ കൂടരുത്. മഅ്മൂമീങ്ങളുടെ സമ്മതം വേണമെന്നാണ് ഫുഖഹാ പറയുന്നത്. കറക്റ്റായിരിക്കണം അവരെ നിസ്കാരം. അതുപോലെ നദറു മാ യുൽഹിഹി കസൗബിൻ ഫീഹി അലാമുൻ കസ്സലാത്തി അലൈഹി ഔ ഇലൈഹി ഔ ഫീഹി, ചിത്രമുള്ള പടമുള്ള വസ്ത്രത്തിലോ അല്ലെങ്കിൽ മുസല്ലയിലോ ഒക്കെ നിസ്കരിക്കലും അതിലേക്ക് നോക്കി നിസ്കാരത്തിന് അശ്രദ്ധയുണ്ടാക്കും വിധത്തിലുള്ള പടങ്ങൾ വിരിച്ച് നിസ്കരിക്കൽ കറാഹത്താണ്. നമ്മുടെ ഗൾഫിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന മുസല്ലയില്ലേ, പണ്ടത്തെ മുസല്ലക്ക് ഭയങ്കര ചിത്രമായിരുന്നു. ഇപ്പം അങ്ങനത്തെ മുസല്ലകളൊക്കെ ഒഴിവായിട്ടുണ്ട്. പണ്ടൊരു ഉസ്താദിനോട് ചോദിച്ചല്ല, മുസല്ല വിരിച്ച് നിസ്കരിക്കൽ കറാഹത്തല്ലേ ഉസ്താദെ, ചിത്രമുള്ള മുസല്ല? മൂപ്പര് വലിയ രസികനാണ്. മലബാറിലെ ഒരു പണ്ഡിതനാണ്, തിരൂരങ്ങാടി ബാപ്പു മുസ്ലിയാർ എന്ന് പറയും. അപ്പോൾ മൂപ്പര് പറഞ്ഞു, മുസല്ലയിൽ ചിത്രം ഉണ്ടായാൽ നമ്മളെ മനസ്സിൽ മുസല്ലയിൽ തന്നെ നിൽക്കും, അല്ലെങ്കിൽ അമേരിക്കയിലോ ലണ്ടനിലൊക്കെ പോകും. മനസ്സിലായോ? ഈ ചിത്രമുള്ള മുസല്ല വെച്ച് നിസ്കരിക്കൽ കറാഹത്തല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ മൂപ്പര് രസത്തിൽ മറുപടി പറയുന്നത്, മുസല്ലയിൽ ചിത്രം ഉണ്ടായാൽ മനസ്സിൽ മുസല്ലയിലെങ്കിലും ഉണ്ടാവും, അല്ലെങ്കിൽ പിന്നെ അമേരിക്കയിലും ലണ്ടനിലൊക്കെയാണ് പോവാം. എന്തായാലും അത് കറാഹത്താണ്. ഇതിവിടെ തന്നെ നിൽക്കുന്നു. രസമായിട്ട് മറുപടി പറഞ്ഞത്. സംഗതി കറാഹത്ത് തന്നെയാണ്, അത് വേറെ വിഷയം. അപ്പം 33 കറാഹത്തുകൾക്ക് നമ്മൾ പറഞ്ഞു. 34-ാമത്തേത് അൽ ബസ്തു അമാമൻ ഔ യമീനൻ ഫീ ഗൈരിൽ മസ്ജിദ്, പള്ളി അല്ലാത്തയിടത്ത് വലത്തെ ഭാഗത്തോ അല്ലെങ്കിൽ മുമ്പിലേക്കോ നിസ്കാരത്തിൽ തുപ്പൽ കറാഹത്താകുന്നു. പള്ളിയിൽ തുപ്പൽ ഹറാമാകുന്നു, പള്ളി അല്ലാത്തയിടത്താണ് പറയുന്നത്. തുപ്പേണ്ടി വന്നതിൻ്റെ തുപ്പണ്ടേ? ഇതിനല്ലേ ഇടത്തെ ഭാഗത്ത് പോക്കറ്റ് ഉണ്ടാക്കിയത് തുപ്പാൻ? അതറിയില്ല. അതിന് വേണ്ടിയാണ്. ഈ കർച്ചീഫൊക്കെ ഇട്ട് വരണം, അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറൊക്കെ ഇങ്ങനെ ഇട്ട് വരണം. നോമ്പുകാരനാണെങ്കിൽ ഇപ്പോൾ കഫം വന്നാൽ ഇറക്കാൻ പറ്റുമോ? പറ്റൂല. അപ്പൊ ഈ തുപ്പണം. പഴയ കാലത്തെ പള്ളി എന്ന് പറഞ്ഞാൽ മണലല്ലേ. അപ്പൊ അവർ തുപ്പുന്ന സമയത്ത് മുമ്പിലേക്ക് തുപ്പരുത്, അല്ലെങ്കിൽ വലത് ഭാഗത്തേക്ക് തുപ്പരുത്. തുപ്പുമ്പോൾ ഇടത് ഭാഗത്തേക്ക് തുപ്പണം. അല്ലാതെ തുപ്പൽ കറാഹത്താണ്. വലത് ഭാഗത്തേക്ക് അല്ലെങ്കിൽ മുമ്പിലേക്ക് തുപ്പൽ കറാഹത്താണ്. ഇടത് ഭാഗത്തേക്ക് ഉണ്ട്. അതിപ്പോ നിസ്കാരത്തിന് മാത്രമല്ല, നിസ്കാരം അല്ലാത്തപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ. മുമ്പിലേക്കോ വലത് ഭാഗത്തേക്കോ തുപ്പൽ കറാഹത്താണ്, ഇടത് ഭാഗത്തേക്ക് തുപ്പണം. കശ്വറസിൻ ഔ മങ്കിബിൻ, ചുമലോ അല്ലെങ്കിൽ ചുമലും തലയുമൊക്കെ മറക്കാതെ നിസ്കരിക്കൽ കറാഹത്താവുന്നു. തല മറക്കാതെ നിസ്കരിക്കുക, അത് കറാഹത്താണ്. ചുമല് മറക്കാതെ നിസ്കരിക്കുക കറാഹത്ത്. അതിന് നമ്മൾ കുപ്പായിടുന്നത് ഷർട്ട്. അൽ-ഇൽതിബാഉ, പൂണൂൽ വേഷം ധരിച്ച് നിസ്കരിക്കൽ കറാഹത്താണ്. അന്നഫ്ഖു ബിലാ നുത്ഖിൻ മുബ്തിലിൻ, ബാത്തിലാക്കുന്ന വിധത്തിൽ അല്ലെങ്കിൽ പോലും നിസ്കാരത്തിൽ ഊതൽ കറാഹത്താവുന്നു. നല്ല ചൂടാണ് ഊത്, കറാഹത്താണ്. കഫ്ഫു ശഅരിഹി ഔ സൗബിഹി ബിലാ ഹാജ, ആവശ്യമില്ലാതെ വസ്ത്രങ്ങൾ മടക്കി വെക്കൽ കറാഹത്താണ്. ഉണ്ടല്ലോ, കയ്യൊക്കെ മടക്കി വെക്കൂലേ, കറാഹത്താ. പാൻറ് മടക്കി വെക്കുക,
അതുപോലെ 39 മസ്റൂബാരി ജബഅതി ബിലാ ഹാജ, ആവശ്യമില്ലാതെ മുഖത്തെ പൊടി തട്ടാൻ പാടില്ല. മുഖത്ത് പൊടി തട്ടേണ്ട സമയമല്ലല്ലോ നമസ്കാരം. നെറ്റിയിൽ എന്തെങ്കിലും ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ മേലെ പിന്നെ സുജൂദ് ചെയ്ത നമസ്കാരം ശരിയാവില്ല, അത് വേറെ കാര്യം. അപ്പൊ അത് തട്ടേണ്ടി വരും, അത് നിർബന്ധമാണ്. നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി സുജൂദിലേക്ക് ഇങ്ങനെ പോയപ്പോൾ ഒരു പേപ്പർ ഇങ്ങനെ നിലത്ത് ഇങ്ങനെ നമ്മൾ ഒട്ടിപ്പിടിച്ചു, പിന്നെ അതിന്റെ മേലെ സുജൂദ് നമസ്കാരം ശരിയാവോ? ഇല്ല. അതുകൊണ്ടാണല്ലോ തൊപ്പിന്റെ മേലെ സുജൂദ് ചെയ്താൽ സഹിയാവാത്തത്. നമ്മൾ ചുമന്ന ഒരു വസ്തുവിന്റെ മേൽ സുജൂദ് ചെയ്താലും സുജൂദ് ശരിയാവില്ല. നാം വഹിക്കുന്ന ഒരു വസ്തുവിന്റെ മേലിലും സുജൂദ് ചെയ്താൽ സുജൂദ് സഹിയാവുകയില്ല. തലപ്പാവ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്, അതിനൊരു സുജൂദ് ചെയ്താൽ അങ്ങനെ ശരിയാവും? ശരിയാവില്ല. അത് വലിയ കെട്ടൊക്കെ കെട്ടുന്ന ആൾക്കാരെല്ലാം ശ്രദ്ധിക്കണം. നെറ്റിയൊക്കെ അല്പം കൂടി വിശാലമാക്കിയിട്ട് വേണം സുജൂദ് ചെയ്യാൻ, അല്ലെങ്കിൽ സുജൂദ് സഹിയാവുകയില്ല. വലിയ മുടിയുള്ള ആൾക്കാരുണ്ടാവും, മുടി ഇങ്ങനെ തൂങ്ങും, അതിന് സുജൂദ് ചെയ്താൽ അങ്ങനെ സുജൂദ് ശരിയാവില്ല. അപ്പൊ നമ്മൾ സുജൂദ് ചെയ്തയിടത്ത് എന്തെങ്കിലും ഒരു പേപ്പർ, ഒരു സ്റ്റിക്കർ നെറ്റിയിൽ ഒട്ടിപ്പോയി, അത് പറിച്ചിടണം, നിർബന്ധമാണ്. അല്ലെങ്കിൽ രണ്ടാമത്തെ സുജൂദ് ശരിയാവുക. അതില്ലാതെ മുഖത്ത്, അതിന്റെ കാരണമൊന്നും അല്ലാതെ മുഖത്തുള്ള പൊടി തട്ടുക, അത് ഈ പറയുന്നത് എന്താ വെച്ചാൽ പഴയ കാലത്ത് മണലായിരുന്നല്ലോ, അതുകൊണ്ട് ചിലപ്പോ അങ്ങനെയൊക്കെ സംഭവിക്കാം. 40-ാമത്തേത് ആവശ്യമില്ലാതെ വായക്കുമേൽ കൈവക്കൽ കറാഹത്താകുന്നു. മുഹാദാത്തുൻ നജാസ, നജസിനോട് നേരിട്ട് നിൽക്കൽ കറാഹത്താണ്. അൽ-ഇഖ്തിസാറു അലാ അഖല്ലിൽ വാജിബ്, 42-ാമത്തെ സുന്നത്ത് വാജിബായത് മാത്രം എടുത്ത് നിസ്കരിക്കുക. സുന്നത്തൊന്നും മൂപ്പർ എടുക്കുന്നില്ല, അത് കറാഹത്താണ്. അത് തോന്നുന്നില്ല, വജഹത്ത് തോന്നുന്നില്ല, സൂറത്ത് തോന്നുന്നില്ല, തസ്ബീഹുകളൊന്നും മൂപ്പർ ചെയ്യുന്നില്ല, ഫർദ് മാത്രം എടുക്കുന്നുള്ളൂ, അങ്ങനെ നിസ്കരിക്കുക, അത് കറാഹത്താണ്. അങ്ങനെ 42 കറാഹത്തുകൾ നമ്മൾ ഇന്നുണ്ട്. ഇതൊന്നും പരമാവധി നമ്മൾ ചെയ്യാത്തതാണ്. ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഉപേക്ഷിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇബാദത്തുകളൊക്കെയും പൂർണ്ണമാക്കി തരുമാറാവട്ടെ. റഹ്മാനുർ റഹീമായ റബ്ബേ, ഞങ്ങളുടെ ജീവിതത്തിൽ നിർവഹിക്കുന്ന കൊച്ചു കൊച്ചു അമലുകളെ നീ സ്വീകരിക്കണേ റഹ്മാനെ. വലിയ പ്രതിഫലങ്ങൾ ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. മീസാൻ എന്ന തുലാസിൽ നന്മയും തിന്മയും തൂക്കപ്പെടുമ്പോൾ ഞങ്ങളുടെ ഹസനാത്തുകൾക്ക് വലിയ പ്രതിഫലങ്ങൾ നൽകണേ അല്ലാഹുവേ. ഞങ്ങളുടെ അമലുകളിൽ നീ ഇഖ്ലാസ് നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ തഖ്വ നീ വർദ്ധിപ്പിച്ചു തരണേ റഹ്മാനെ. പടച്ചവനെ, ഞങ്ങളുടെ പോരായ്മകളെല്ലാം ജീവിതത്തിൽ തിരുത്തി സുതാര്യമായി ഞങ്ങളുടെ അമലുകൾ നിർവഹിക്കാൻ നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖി സയ്യിദനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم.